ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളോടൊപ്പം ഇന്നുള്ളത് പോയറ്റ് ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലെ പാലറ്റ് ഓഫ് എർത്തി ടോൺസ് എന്ന സ്ഥാപനത്തിന്റെ കോഫൗണ്ടറായ സാറാണുള്ളത്. ആർക്കിടെക്ട് ചന്ദ്രദത്തൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാറ് ഇന്ന് നമ്മൾ നോർമലി നടത്തുന്ന സെഷനേക്കാൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ആർക്കിടെക്ട് പോയിന്റ് ഓഫ് വ്യൂ, ബഡ്ജറ്റ് സേവിങ് അല്ലെങ്കിൽ കോസ്റ്റ് സേവിങ് ഒരു ടോപ്പിക്കാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ് എവരിബഡി വിൽ എൻജോയ് ഇറ്റ്. ഓവർ ടു യു സർ. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. ഓക്കെ, സോ എൻ്റെ പേര് ചാരുദത്തൻ എന്നാണ്, ചന്ദ്രദത്തൻ എന്നല്ല. സോറി. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നോ ഒഫൻസ്. ഓക്കെ, ചാരുദത്തൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ പോയറ്റ് എന്ന് പറഞ്ഞാൽ പാലറ്റ് ഓഫ് എർത്തി ടോൺസ് എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥാപനം നടത്തുന്നു, ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ, ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, സോ ഇന്ന് നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിയ പോലെ ഒരു ആർക്കിടെക്ട് പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു ലോ കോസ്റ്റ് എന്നൊരു ഒരു സിനാരിയോ അല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെ നമ്മൾ ചെലവാക്കുന്ന പൈസയുടെ മൂല്യത്തിനനുസരിച്ചുള്ള മാക്സിമം ഡെലിവറബിൾസ് അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ അല്ലെങ്കിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബേസിക്കലി കോസ്റ്റ് സേവിങ് ഡയറക്ട്ലി ഇൻ ദ സെൻസ് നമുക്ക് ഡയറക്ട്ലി പൈസ കുറച്ച് ചെയ്യാം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾ എത്രയാണോ നമ്മുടെ ബഡ്ജറ്റ് ഉള്ളത് അതിന് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സോ ഇതിനകത്ത് ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ആരോ കമന്റ് ചെയ്യുന്നത് കണ്ടു. ഞാനൊരു പ്രസന്റേഷൻ ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, സ്ക്രീൻ കാണാമോ? കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. സോ നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കിടെക്ചർ ബിയോണ്ട് എസ്തെറ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരൻ, ഒരു മലയാളി, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചുള്ള വീട് വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ് അല്ലേ. പുറമേ നമ്മളിപ്പോൾ തമിഴിനെയോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അവരൊക്കെ വീട് ഒരു ആവശ്യമായിട്ടാണ് കാണുന്നത്. അതിനേക്കാൾ ഉപരിയാണ് നമ്മൾ മലയാളികൾ പലരും വീട് ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ വീട് ഒരിക്കൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ കല്യാണം കഴിക്കുന്ന പോലെയാണ്, കുറേ ആലോചിച്ച് കുറേ പേരോട് കൺസൾട്ട് ചെയ്ത് പലരുടെയും അഭിപ്രായം എടുത്താണ് നമ്മളൊരു വീട് വെക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു സമ്പാദ്യം എടുത്ത് ഒരു വീട് വെക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശം കൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അതാണ്. നമുക്ക് ഇനി ഒരു ജീവിതകാലം മുഴുവൻ അതിനകത്ത് ജീവിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒരു പരിധി വരെയെങ്കിലും നിറവേറ്റാൻ ആ ഒരു വീടിന് പറ്റണം. അപ്പോൾ ഈ ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും ചെറിയൊരു പേടിയാണ്. അതിൽ ഒന്നാമത്തെ റീസൺ എനിക്ക് തോന്നുന്നു നമ്മൾ ചാർജ് ചെയ്യുന്ന ഫീസ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിനകത്ത് നമ്മൾ ഒരു ഫീസ് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. അപ്പം സാധാരണ ആരെക്കൊണ്ടെങ്കിലും വരപ്പിക്കാം, ഒരു ആശാരിയോ അല്ലെങ്കിൽ നോർമൽ കോൺട്രാക്ടർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ പണി എങ്ങെടുത്തും കഴിയും എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷവും. അത് ഞാൻ ആരെയും തെറ്റു പറയുന്നല്ല, നമ്മൾ ആ ഒരു ക്യാഷിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് അത് കാണുന്നത്. ഞാനിവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഡിഫറൻസ്, നമ്മളൊരു വാല്യൂ എഡിഷൻ ഒരു ആർക്കിടെക്റ്റിനെ കിട്ടുമ്പോഴത്തേക്കും ആ ഒരു ഉണ്ടാകുന്ന വാല്യൂ എഡിഷൻ എന്താണെന്നുള്ള ചെറിയൊരു എക്സാമ്പിളിലൂടെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമലി നമ്മളൊരു വീട് പണിയുമ്പോൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, ഒരു ക്ലയന്റ് ആവശ്യപ്പെടുന്നത് എനിക്കൊരു പ്ലാൻ വേണം എന്നുള്ളതാണ്. ഒരു പ്ലാനിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം അല്ലേ. നമ്മൾ എപ്പോഴും ഡിസൈനിൽ ഒരു പ്ലാൻ വരച്ചു തരൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്തും പലപ്പോഴും ആൾക്കാർ സമീപിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ആ പ്ലാൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്ലാൻ ഒരു നോർമലി ഒരാൾ വർക്ക് ചെയ്യുന്നത് ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. റിക്വയർമെന്റും ബഡ്ജറ്റുമാണ് ഒരു പ്ലാൻ വരയ്ക്കാനുള്ള ഒരു ബേസിക് മാനദണ്ഡം. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, അതുപോലെ ക്ലയന്റിന് ആവശ്യമുള്ള കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ആ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഐഡിയലി ഇത്ര ബെഡ്റൂം വേണം, ഒരു ഗസ്റ്റ് ഏരിയ വേണം, കിച്ചൺ, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ, ഇങ്ങനെ പല രീതിയിലുള്ള റിക്വയർമെന്റ്സിന്റെ പുറത്താണ് നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുന്നത്. ആ പ്ലാനാണ് ഐഡിയലി ഒരു ക്ലയന്റ് കാണുക യൂഷ്വലി. അതിനുശേഷം ആ പ്ലാനിന് ശേഷം പിന്നീട് ഒരു 3D കാണുമായിരിക്കും.
അത് കഴിഞ്ഞ് നമ്മൾ സാങ്ഷൻ പോകുന്നു, വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ടിപ്പിക്കൽ പ്രോസസ്സ്. പക്ഷേ നമ്മൾ ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഇതിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഇതിൽ ഐഡിയലി നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അല്ല, നമ്മൾ കൂടുതലും ക്ലയന്റിന്റെ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന റിക്വയർമെന്റിനേക്കാൾ ഉപരി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളതായിരിക്കും അവർ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇത്ര ബെഡ്റൂം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ വേണം, കിച്ചൺ വേണം എന്ന് പറയുന്നതായിരിക്കില്ല. അതിനപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്ക് രാവിലെ എനിക്ക് പത്രം വായിക്കണം, ആ പത്രം വായിക്കുമ്പോൾ ഞാൻ ഇരുന്ന് കാണുന്ന കാഴ്ചകൾ ഇന്നതൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വായനാശീലമുണ്ട്, ഇപ്പം എനിക്ക് ചെറിയ ലൈബ്രറി ഒറ്റയ്ക്കിരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. എൻ്റെ മക്കൾക്ക് ഒതുങ്ങിയിരുന്ന് പഠിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാവണം. വീട്ടിലുള്ള ഓരോരുത്തർക്കും നമുക്ക് ഓരോ ആവശ്യങ്ങൾ കാണും. കിച്ചണിലുള്ള ആവശ്യങ്ങളുണ്ടാവും, ഡൈനിങ് റൂമിലുള്ള ആവശ്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഒത്തുചേരാനുള്ള ആവശ്യങ്ങളുണ്ടാവും. അങ്ങനെ പല പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മളൊരു വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യേണ്ടത് ആ ആഗ്രഹങ്ങളാണ് നമ്മൾ കൂടുതലും ക്ലയന്റിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഒരു ആസ് എൻ ആർക്കിടെക്ട് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവരെപ്പോഴും ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ക്ലയന്റിന്റെ ആസ്പിറേഷനും റിക്വയർമെന്റും ബേസ് ചെയ്തിട്ട് അതിന്റെ പുറമെ ഫങ്ഷണാലിറ്റി, ലിവബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, എസ്തെറ്റിക്സ്, ഇങ്ങനെ പല ലെയേഴ്സും ആഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഡിസൈൻ ഡെവലപ്പായി വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഈ ആസ്പിറേഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ സബലീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു 100% എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഓരോ ആർക്കിടെക്റ്റും അവരുടെ കഴിവനുസരിച്ച് അതിന് മാക്സിമം ശ്രമിക്കുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ എസ്തെറ്റിക്സ്, ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടാവണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും കാണും. അതിനേക്കാൾ ഉപരി ഫങ്ഷണാലിറ്റിയാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വരച്ച് ഒരു പ്ലാൻ കണ്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്നത് ബേസിക്കലി ഒരു റൂമിന്റെ വലുപ്പം, ഇതെല്ലാം നമ്മുടെ ഒരു ഇമാജിനേഷനാണ്, ഒരു ഊഹാബോധത്തിലാണ് നമ്മൾ ആ പ്ലാനിനെ റീഡ് ചെയ്യുന്നത്. എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും ജനറലി ഒരു ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാരെല്ലാം അതിനെ ഒരു ഡ്രോയിങ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, നമ്മൾ ഒരിക്കലും ഒരു വീട് പണിത് കഴിഞ്ഞാൽ പ്ലാൻ അല്ല പിന്നീട് കാണുന്നത്. നമ്മൾ കാണുന്നത് ആ സ്പേസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്പേസ് ആണ്, ആ വോള്യമാണ്. അപ്പോൾ ഒരു പ്ലാനിൽ ഒതുങ്ങുന്നതല്ല ഡിസൈൻ. അതിൽ ഫങ്ഷണാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് ഒരു അലമാരി ഇടണം, അലമാരിക്ക് വ്യക്തമായ സ്ഥലം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ വേണം, അല്ലെങ്കിൽ ഒരു ബെഡ് സൈഡ് ടേബിൾ, ഇങ്ങനെയുള്ള പല 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 ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ആ ഫങ്ഷണാലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ബഡ്ജറ്റിനകത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയയുടെ ഉള്ളിലും ഈ പറയുന്ന പ്ലാനിനെ മാക്സിമം എഫിഷ്യൻസിയോടെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആർക്കിടെക്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് അത്രയുമാണ് മിനിമം. ഇനി അതിന്റെ പുറത്തായിരിക്കും നമ്മൾ എസ്തെറ്റിക്സിനെയും സസ്റ്റൈനബിലിറ്റിയും ബേസ് ചെയ്യുന്നത്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ. സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എനർജി എഫിഷ്യൻസി ആയിരിക്കാം, നമുക്ക് കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ പറ്റണം, നല്ല കാറ്റ് കയറി ഇറങ്ങണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം, അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പഠിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോങ് ടേം, അതായത് ഒരു ദീർഘവീക്ഷണത്തോടെ നമ്മൾ കാണുവാണെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു കുറെ കാലത്തേക്ക്, നമ്മളൊരു 10-30 വർഷത്തേക്ക് ആ വീട്ടിലേക്ക് താമസിക്കുന്നു, അതിന്റെ റണ്ണിങ് കോസ്റ്റ്, അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതെല്ലാം സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമാണ്. അതിന് ഉപരിയാണ് ലിവബിലിറ്റി എന്ന് പറയുന്നത്. ലിവബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണം, അല്ലെ? നമ്മൾ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ളിലൊരു സന്തോഷമാണ്. ആ സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ വീടിനകത്ത് പോയി ചൂടാണ്, എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, AC ഇടണം ഫുൾ ടൈം, എനിക്കൊരു സമാധാനമില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് മനസ്സിനിണങ്ങിയ സ്പേസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുമെന്ന്. പക്ഷെ ഇതെല്ലാം നമുക്കൊരു പ്ലാൻ കണ്ടതുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആർക്കിടെക്ട്, നമുക്ക് ഒരുപാട് ആർക്കിടെക്ട്സിനെ അറിയാം, നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാവരും തന്നെ ആ ഒരു വീടിനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈനിനെ കാണുന്നത് പ്ലാൻ ആയിട്ടല്ല, അതിനേക്കാൾ ഉപരി അതൊരു വോള്യൂമായിട്ടോ ഒരു സ്പേസ് ആയിട്ടോ ആണ് അതിനെ കാണുന്നത്. അവിടെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ക്ലയന്റുമായിട്ട് ഒരു ഡിസ്കഷനിൽ വരുമ്പോൾ യൂഷ്വലി നമുക്ക് ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടാവും. ക്ലയന്റിന്റെ ആസ്പിറേഷൻ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഡിസൈൻ കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസൈൻ ഐഡിയ മാത്രമാണ്. ആ കോൺസെപ്ഷ്യൽ ഐഡിയനെ വീണ്ടും ഡെവലപ്പ് ചെയ്താണ് നമ്മൾ ഒരു ഡിസൈനിലേക്ക് എത്തുന്നത്.
ഈ ഡിസൈനെയാണ് നമ്മൾ ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് again നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാനിൽ ഒതുങ്ങുന്നതല്ല. നമ്മൾ യൂഷ്വലി 3D-കളും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു നരേഷനും ആ സ്പേസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഓരോ ഡീറ്റെയിലും ഓരോ മുറികളും നമ്മൾ ഡീറ്റെയിൽ ഔട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇൻക്ലൂഡിങ് വാതിലുകളും ജനലുകളും എല്ലാം ഓരോ പ്രോജക്റ്റിനും സ്പെസിഫിക് ആയിരിക്കും. ഈ ഓരോ പ്രോജക്റ്റിനും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും ഒരു പ്ലാനിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഇതിനെ നമ്മൾ ഒരു അപ്രൂവൽ സ്റ്റേജ് ഉണ്ടാവും, വീണ്ടും ഡിസൈൻ കോൺസെപ്റ്റ് യൂഷ്വലി ഇതൊരു സർക്കിൾ ആയിരിക്കും, 2-3 തവണയൊക്കെ റിവൈസ് ചെയ്യുമായിരിക്കാം. ഓക്കെ, അതിന്റെ പുറമെ നമുക്ക് ഒരു കോൺടെക്സ്റ്റ്, ക്ലൈമറ്റ് സ്റ്റഡി, മെറ്റീരിയൽ സെലക്ഷൻ, സസ്റ്റൈനബിലിറ്റി, ഇന്റഗ്രേഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു ഡിഫോൾട്ടായിട്ട് നമ്മൾ ചെയ്തു പോകും. നമുക്ക് എപ്പോഴും ഒരു വീട് അല്ലെങ്കിൽ എന്തൊരു ബിൽഡിംഗും ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ കാണുന്ന പോലെയുള്ള ഒരു ആർക്കിടെക്ചർ അല്ല നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത്, അതുപോലെയൊന്നല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ കാണുക. ഇതിനെല്ലാം അവിടുത്തെ കോൺടെക്സ്റ്റും അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ കാലാവസ്ഥ, നമ്മുടെ അവിടുത്തെ വെജിറ്റേഷൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇതിനെല്ലാം യൂസ് ചെയ്ത് സൈറ്റിലുള്ള നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഒരു മരം ഉണ്ടെങ്കിൽ അതിനെ വരെ നമ്മൾ ഡിസൈനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു ലിവബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ക്ലയന്റിന്റെ ആഗ്രഹങ്ങൾ കണങ്ങുന്ന ഒരു വീട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതല്ല ഒരു ഡിസൈൻ പ്രോസസ്. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് നീഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇമോഷണൽ നീഡ്സ് ആയിക്കോട്ടെ, ഹോബീസ് ആയിക്കോട്ടെ, അവരുടെ ഡെയിലി റുട്ടീൻസ് ആയിക്കോട്ടെ, യൂഷ്വലി നമ്മളൊരു ഡീറ്റെയിൽ ഇന്റർവ്യൂ തന്നെ ക്ലയന്റുമായിട്ട് വെക്കും. സോ ദാറ്റ് നമുക്ക് അവരെ പേഴ്സണലി അറിയാം, അവരുടെ ഓരോ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് വരെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും ആ സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അവരുടെ കൾച്ചറൽ പ്രിഫറൻസസ്, എസ്തെറ്റിക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ആക്സസിബിലിറ്റി, ഇങ്ങനെയെല്ലാം. ഞാനൊരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് നമ്മുടെ തന്നെ ഒരു വർക്കാണ്. ഈ വർക്ക് സെലക്ട് ചെയ്യാൻ 1-2 റീസൺസ് ഉണ്ട്. ഈ ക്ലയന്റ് നമുക്ക് ഒരു പ്രോജക്റ്റുമായിട്ട് വന്നതല്ല, ഇവര് ഒരു ഡിസൈനുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാനുമായിട്ടാണ് നമ്മുടെ അടുത്ത് മുന്നിൽ വന്നത്. അപ്പോൾ ഇവർക്ക് ഒരു പഴയ തറവാട് വീടുണ്ടായിരുന്നു. ആ തറവാട് വീടിനെ ഡെമോളിഷ് ചെയ്ത് അതിന് പകരമായിട്ട് പുതിയൊരു വീട് വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതിലേക്ക് പുള്ളിക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പഴയ വീടാണ്, അപ്പൊ അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ എലിമെന്റ്സ് പുള്ളിക്ക് താല്പര്യമുള്ളതുണ്ടായിരുന്നു. പഴയൊരു അടുപ്പുണ്ടായിരുന്നു, അവിടുത്തെ ഒരു അമ്മച്ചിക്ക് വളരെ താല്പര്യമുള്ള ഒരു അടുപ്പാണ്. അതുപോലെ ഒരു ബെഡ്റൂം അവർ ഡെമോളിഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ 2 കൺസ്ട്രെയിൻ വെച്ചാണ് നമുക്ക് അവരുടെ ഡിസൈൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഫസ്റ്റ് സ്കെച്ച് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്കെച്ച്, അഭിപ്രായം അറിയാൻ കൊണ്ടുവന്ന സ്കെച്ചാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കുകയും ഇതില് ഈ ഒറ്റ പ്ലാനാണ് അവര് അത്രയും ദിവസം, അല്ലെങ്കിൽ ഇവർക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ പ്ലാനാണ്. ഈ പ്ലാനിലാണ് ഇവരുടെ ഡിസൈൻ. ഇത് വെച്ചിട്ട് പുള്ളി വീട് പണിയാൻ പോവുകയാണ്. അപ്പൊ ഇത് ഒരുപാട് വർഷം മുമ്പാണ്, ഒരു 2017-18 സമയത്താണ്. ഇത് വെച്ച് അങ്ങ് പണിയാണ്, ഇത് ഫൈനലൈസ് ചെയ്യാണ്, ഇതിന്റെ ഒരു ഫൈനൽ അഭിപ്രായം ചോദിച്ചാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പൊ ഇവർ ഈ പറയുന്ന ആഗ്രഹങ്ങളൊന്നും ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇത് ഒരു നോർമൽ വീടാണ്, വലിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പറയത്തക്ക ഡിസൈൻ അല്ലെങ്കിൽ പറയത്തക്ക ഒരു അവരുടെ ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിസൈനായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതില് നമുക്ക് ഇതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ടിപ്പിക്കലി ഉള്ള ഒരു വീടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഒരു ജനൽ വെക്കാനുള്ള സ്ഥലം ഇല്ല. അതുപോലെ ഈ ബെഡ്റൂമിനകത്ത് ഒരു ക്രോസ് വെന്റിലേഷനുള്ള പോസിബിലിറ്റി ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് സിറ്റ് ഔട്ടിലേക്കാണ്. ഇതൊരു എക്സിസ്റ്റിംഗ് ബെഡ്റൂമാണ്, ഇത് അവരവിടെ നിർത്തിയേക്കുന്നതാണ്. ഇതാണ് അവരുടെ എക്സിസ്റ്റിംഗ് കിച്ചൺ. ഓക്കെ, ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലിവിങ് ഏരിയയിലോട്ട് ആണെങ്കിലും ഇത്രയും ഓവർഹാങ് കഴിഞ്ഞൊരു വെന്റിലേഷൻ മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും ഒരു പ്രോപ്പർ ക്രോസ് വെന്റിലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിനകത്ത്. അപ്പം ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു സ്കെച്ച് ഞാനും വരച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അതിനെ റീതിങ്ക് ചെയ്ത് നമ്മൾ അതിനെ ഒരു സ്കെച്ച് ഡിസൈനായിട്ട് എടുത്ത്
പ്രപ്പോസ് ചെയ്യാനുണ്ടായത്. അപ്പോൾ പുള്ളിയുടെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ കുറെ 3Dയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് ആർ ജസ്റ്റ് പ്രോസസ്, എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളതൊക്കെ. അപ്പൊ ഇതിൽ കുറെ നൊസ്റ്റാൾജിക് എലിമെന്റ്സ് ഒക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പഴയ ടൈൽഡ് റൂഫാണ് അവരുടെ ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഇത് തറവാട് വീടാണ്. അപ്പൊ തറവാട് വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവരുടെ ബന്ധുക്കളും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടാനുള്ള ഒരു 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 സൗകര്യം കൂടെ അവിടെ വേണം എന്നെല്ലാം പറഞ്ഞ് കുറച്ച് റിക്വയർമെന്റ്സ് നമുക്ക് തന്നപ്പോൾ നമ്മൾ അതിൽ കൊണ്ടുവന്ന ഒരു ഡിസൈൻ ആണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ നേരത്തെ കണ്ട ഡിസൈനിന്റെ ഓൾമോസ്റ്റ് ഒരു ആ സെയിം ലേ ഔട്ടിനെ നമ്മൾ ഇംപ്രൊവൈസ് ചെയ്ത് പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതിൽ കിച്ചന്റെ ഏരിയ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അടുപ്പിന്റെ ഏരിയ അതുപോലെ തന്നെ. സോ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് ആ കിച്ചൺ വരുന്നത്, ഇവിടെയാണ് അവിടെ എക്സിസ്റ്റിംഗ് ബെഡ്റൂമും ബാത്റൂമും വരുന്നത്. ഇത് രണ്ടും അതുപോലെ റീറ്റെയിൻ ചെയ്ത് നമ്മൾ റീവർക്ക് ചെയ്ത ഒരു സ്പേഷ്യൽ പ്ലാനാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമുക്കൊരു പ്രോപ്പർ സെഗ്രിഗേഷൻ വേണം, പ്രൈവറ്റ് സ്പേസസും ഗ്യാതറിംഗ് സ്പേസസും. ഗ്യാതറിംഗ് സ്പേസസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുടുംബ വീടാകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വരും. എന്നാൽ ഇവരെല്ലാം ഇതിനകത്തിരിക്കണം എന്നല്ല, ആ വോള്യം അവിടെ ഫീൽ ചെയ്യാൻ പറ്റണം. സാധാരണ ഒരു മുറിയേക്കാൾ കൂടുതൽ വോള്യം അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പുറത്തേക്കെല്ലാം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ലിവിംഗ് റൂമിനെയും ഡൈനിങ് റൂമിനെയും ഒക്കെ കണക്ട് ചെയ്ത് ഒരു എക്സ്റ്റേണലി വരാന്താസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബെഡ്റൂംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ മാക്സിമം ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ മാക്സിമം നമ്പർ ഓഫ് വിൻഡോസ് എല്ലാം കൊടുത്ത് പ്രോപ്പർ ഡ്രസ് ഏരിയ ഡിഫൈൻ ചെയ്ത് പൂജ സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ചേഞ്ചസും നല്ല നല്ല വ്യത്യാസങ്ങളെല്ലാം അതിനകത്തേക്ക് കൊണ്ടുവരാനുണ്ടായത്. അപ്പൊ ഇതിൽ നിന്നുണ്ടായ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിലാണ്. ഓക്കെ, സോ ദിസ് വാസ് ദ ലിവിംഗ് റൂം ദാറ്റ് വി ഡിസൈൻ. ഇതിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വോള്യം ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. പഴയ ഒറ്റ സ്ലോപ്പിംഗ് റൂഫിനകത്താണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല വോള്യം ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ലൂവേഴ്സും ജെല്ലുകളെല്ലാം ഇവിടത്തേക്ക് കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പൊ ഇത് ആവശ്യം വരുന്ന സമയത്ത് ഇത് മൂന്നെണ്ണം തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സ്ഥലം, അവർക്ക് എല്ലാവർക്കും എപ്പോഴും വന്നു കൂടാനും സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു ഏരിയ ആണ് അവിടെ കിട്ടിയത്. ഇതാണ് അവരുടെ പഴയ കിച്ചണും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ കുറച്ച് നമ്മൾ ഈ ഇതിൽ നോക്കുവാണെങ്കിൽ അവരുടെ റിക്വയർമെന്റിനെ നമ്മൾ അവർക്ക് ബെഡ്റൂം വേണമെന്ന് പറഞ്ഞാൽ 1, 2 and 3 ബെഡ്റൂംസ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇതൊരു പ്രോപ്പർ ഫുൾ ബെഡ്റൂം ആണ്. ഇതൊരു ചെറിയ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതൊരു അഡീഷണൽ ബെഡ്റൂം ഫോർ അവിടുത്തെ പ്രായമായ അവിടുത്തെ അമ്മച്ചിക്കുള്ള ബെഡ്റൂമാണ്. And they need another work area which they use as live kitchen always. This is just for ഒരു നെസസറി കുക്കിങ്ങിന് മാത്രമാണ് അകത്തെ കിച്ചൺ ഉപയോഗിക്കുന്നത്. അതർവൈസ് അവർക്ക് പുറത്തൊരു കിച്ചണും കൂടെ ഉണ്ട്. സോ ദിസ് വാസ് അവരുടെ ഒരു റിക്വയർമെന്റ്. അതനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈനിന്റെ കുറച്ച് വിഷ്വൽസ് ആണ് കാണുന്നത്. ഇതിപ്പോ ഒരു ബേസിക് റിക്വയർമെന്റിന്റെ പുറത്താണ് നമ്മൾ സംസാരിച്ചെങ്കിൽ ഇതിനകത്ത് ഒരുപാട് അതർ ഫാക്ടേഴ്സ്, നമ്മൾ ക്ലയന്റ് പറയാത്ത, നമ്മളായിട്ട് അഡീഷണലി സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ് ക്ലൈമറ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. നമ്മൾ ഈ പറഞ്ഞല്ലോ, സൈറ്റിന്റെ ചുറ്റുവട്ടവും നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയും മരങ്ങളും എല്ലാം ഇതിനകത്തുള്ള ഒരു പാർട്ടാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ വോള്യം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒറ്റ സിംഗിൾ വലിയ റൂഫിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ചെറിയൊരു മെസനൈൻ കാണാം. ഈ മെസനൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ മച്ചുണ്ടല്ലോ, നമ്മുടെ പഴയ വീടുകളിൽ ഉണ്ടാകുന്ന മച്ചിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഇത്രയും വലിയൊരു വോള്യത്തിനെ കട്ട് ചെയ്ത് മേളിൽ ഒരു ലൈബ്രറിയും കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്റ്റഡി സ്പേസ് ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈനിൽ ഇത് വെസ്റ്റ് ഫേസിംഗ് ആണ്, ആലപ്പുഴയിലാണ്, നല്ല കാറ്റെല്ലാം വരും വൈകുന്നേരം. അപ്പൊ വെസ്റ്റ് ഫേസിംഗ് ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരുപാട് വെയിലാണ്. അപ്പൊ അതനുസരിച്ച് നമ്മളൊരു വലിയ വരാന്ത കൊടുത്തിട്ടുണ്ട്. റൂഫ് ഒരുപാട് താഴ്ന്നിറങ്ങി നിൽക്കുവാണ്. എന്നാൽ ഇതിനകത്തൂടെ കാറ്റ് കയറി മുകളിലേക്കൂടെ പോകാനായിട്ടുള്ള ഒരുപാട് ഓപ്പണിങ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാറ്റ് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ചൂടുവായി വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനെ എസ്കേപ്പ് ചെയ്യാനുള്ള സ്പേസസ് എല്ലാം കൊടുത്തിട്ടാണ് ആ റൂഫ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ ഇനി അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലാണ്. സോ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ എലിവേഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് മെറ്റീരിയൽസ് കാണാം. നാച്ചുറലി ഓടാണ് നമ്മൾക്ക് മേളിൽ, ഇതെല്ലാം റീസോഴ്സ് ചെയ്ത ഓടുകളാണ്, പുതിയ ഓടുകളല്ല. അതുപോലെ ഇതിന്റെ വാളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പോറോത്തം ബ്രിക്ക് എന്ന് പറയുന്ന ഉള്ളിൽ ഹോളോ ആയിട്ടുള്ള ബ്രിക്കാണ്. പോറോത്തം ബ്രിക്ക് എന്നാണ് അതിനെ പറയാം, ഹുറുഡിസ് എന്നൊക്കെ പറയും നമ്മൾ മുമ്പ്. ഇതിന് ഉൾഭാഗം പൊള്ളയാണ്. അപ്പൊ ഇത് വളരെയധികം ചൂടിനെ കുറയ്ക്കും അകത്ത്. നമുക്ക് ഈ വീട്ടിൽ ആക്ച്വലി AC ഇല്ല. AC ഇപ്പൊ ആ അമ്മമ്മയുടെ റൂമിൽ മാത്രമാണ് ലേറ്റർ സ്റ്റേജിൽ അവർ AC വെച്ചത്. അതർവൈസ് വേറെ ഒരു റൂമിൽ ACയുടെ ആവശ്യമില്ല. അത് ഈ വെന്റിലേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലാസ് വിൻഡോസ് ഒഴിവാക്കി ലൂവേർഡ് വിൻഡോസ് ആക്കിയത്. സേഫ് ആയിട്ട് നമുക്ക് തുറന്നു വെക്കാം. ലൂവേർഡ് വിൻഡോസ് ആണ്, ക്രോസ് വെന്റിലേഷൻ ആണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ.
കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എയർ ആണ്. നമുക്ക് വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം നല്ല കാറ്റാണ് ഇതിനകത്ത് കൂടെ. അപ്പോൾ ഇതിനകത്ത് ചൂട് എന്ന് പറയുന്ന സാധനം അനുഭവപ്പെടുന്നേ ഇല്ല. പിന്നെ ഈ റൂഫ് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നതും ആ കോണ്ടെക്സ്റ്റ് ആണ്. നമ്മൾ ചെന്ന് കാണുമ്പോൾ പഴയ വീടുണ്ടായിരുന്ന പൊളിച്ചൊരു ഫ്ലാറ്റ് പറമ്പാണ് അവിടെ. ആ പറമ്പിന്റെ പിറകില് നല്ല വെജിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ സട്ടിലായി വളരെ താന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് അറൗണ്ട് ഒരു 6 ഫീറ്റേ ഉള്ളൂ. നമുക്ക് ഒരാൾക്ക് നിന്നാൽ കാണാവുന്ന ഹൈറ്റിലാണ് ആ റൂഫ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരിക്കലും ഒരു 2500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീട് ഇങ്ങനെ തെറിച്ച് വളരെയധികം കോണ്ടെക്സ്റ്റ് ചെയ്യുന്ന എടുത്തു നിൽക്കുന്ന രീതിയിലല്ല, അതിന് പകരം അത് കോണ്ടെക്സ്റ്റിലേക്ക് മെർജ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ആ ഡിസൈനെ കൊണ്ടുവന്നത്. കംപ്ലീറ്റ് ആയിട്ട് എർത്തി ആയിട്ടുള്ള മെറ്റീരിയൽസും റീയൂസ് ചെയ്ത ഒരുപാട് മെറ്റീരിയൽസും ഇതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂഫിംഗ് ആണെങ്കിലും ഈ കാർ പോർച്ചിലിരിക്കുന്ന അതിന്റെ ഫ്ലോറിംഗ് കംപ്ലീറ്റ് അവിടെ പൊളിച്ചെടുത്ത ടെറാക്കോട്ടയല്ല, ബ്രിക്സും ലാറ്ററൈറ്റും വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഈവൻ അതിന്റെ ഓരോ എലിമെന്റിലും നമ്മൾ ആ ക്രോസ് വെന്റിലേഷൻ ജാളികൾ കാണാം ഇടയിലിടയിൽ. ഈ റൂഫ് ഗ്യാപ്പിലൊക്കെ എയർ വെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് ചൂട് എന്ന് പറയുന്ന ഒരു സംഭവം അനുഭവപ്പെടുന്നേ ഇല്ല. ഇതിന്റെ ചെറിയൊരു കുറച്ച് വിഷ്വൽസ് ആണ്. സോ ദിസ് വാസ് ദ വിൻഡോ. ഈ വിൻഡോ പോലെയുള്ള ഓരോ എലിമെന്റ്സും ആ വീടിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണ്. ഇപ്പൊ ഈ വിൻഡോന്റെ കഥ പറയുവാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇട്ട് ഗ്രില്ലിട്ട് വെക്കുന്നതിന് പകരം നമുക്ക് എപ്പോഴും മലയാളികൾക്ക് ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടല്ലോ അല്ലെ. ആ സേഫ്റ്റി കൺസേൺ നമ്മൾ എപ്പോഴും ഗ്രില്ലിടാൻ ഫോഴ്സ് ചെയ്യും. ഗ്രില്ല് അത്ര സേഫ് ആണോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. പക്ഷെ എങ്കിൽ കൂടെ നമുക്ക് ഈ ഗ്രില്ലിടുന്നത് ഒരു തടസ്സമായിരുന്നു. നമുക്ക് ഇത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ലൂവറിനെ പറ്റി ചിന്തിച്ചത്. അപ്പൊ ഇത് പഴയ ടെക്നോളജി, പഴയ രീതിയിൽ നമ്മൾ പണ്ട് കാലത്ത് എല്ലാം ഉപയോഗിച്ചിരുന്ന കംപ്ലീറ്റ് ട്രഡീഷണൽ രീതിയിൽ ചെയ്ത ഒരു വുഡ് വർക്കാണ് ഇത്. നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ്. ഇനി അടുത്ത ഒരു ലെയർ നമ്മൾ ആർക്കിടെക്ട് ചെയ്യുന്നത് സ്പേഷ്യൽ പ്ലാനിംഗ് ആണ്. സ്പേഷ്യൽ പ്ലാനിംഗ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് സ്പേഷ്യൽ പ്ലാനിങ്ങിന്റെ ഫങ്ഷനാലിറ്റിയും അതിന്റെ കംഫർട്ടും അതിന്റെ എസ്തെറ്റിക്സും. ഓക്കെ, സോ ഈ സ്പേഷ്യൽ പ്ലാനിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. നമ്മൾ റൂംസ് ഡയറക്ട്ലി ലിവിംഗ് സ്പേസസിലോട്ടായിരിക്കും നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് അതിനൊരു നല്ല ബഫർ ഉണ്ടാവില്ല, പ്രൈവസിയുടെ ഒരു പ്രശ്നം വരും. ഓക്കെ, അതുപോലെ തന്നെ ഓറിയന്റേഷനും സ്കെയിലും പ്രൊപ്പോർഷനും ഇതെല്ലാം ആ സ്പേസ് പ്ലാനിങ്ങിന്റെ പാർട്ടാണ്. അപ്പൊ നമ്മള് ഈ പറയുന്ന വീടിനകത്ത് നമ്മളിതിനെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്പേഷ്യൽ സോണിങ് കാണുവാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേഷ്യൽ സോണിങ് കാണുവാണെങ്കിൽ എല്ലാ ബെഡ്റൂംസിന്റെയും എൻട്രി അത്യാവശ്യം പ്രൈവറ്റ് ആണ്. ഇതൊന്നും നമുക്ക് വിഷ്വലി കണക്റ്റഡ് അല്ല. ഈ ഒരു സ്പേസ് മാത്രമായിരിക്കും ഒരു പബ്ലിക് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വീട് നമ്മൾ ഫോട്ടോസിൽ കാണുന്ന പോലെ, ഇപ്പൊ ഈവൻ ഈ ഫോട്ടോസിൽ കാണുന്ന പോലെ പോലും അല്ല ആ വീട് ആക്ച്വലി ഉണ്ടാവുക. അവരുടേതായ രീതിയിലാണ് ജീവിക്കുന്നത്. അവരുടേതായിട്ടുള്ള അച്ചടക്കമില്ലായ്മയും അച്ചടക്കവും എല്ലാം നമുക്ക് ആ വീട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫോട്ടോ പോലെ സൂക്ഷിക്കാൻ പറ്റണമെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ആ സ്പേസ് മോഡിഫൈ ചെയ്യാൻ പറ്റണം. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അത് ഒരു കയോസ് ആയിട്ട് ഫീൽ ചെയ്യാതെ അത് ഡിസൈനിന്റെ പാർട്ടായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ആവശ്യം. ഈ വീട് നമ്മൾ ചെയ്തത് ഒരു സ്റ്റീൽ സ്ട്രക്ചറിലൂടെയാണ്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ള ഈ വീട് മുഴുവൻ. നിങ്ങൾക്ക് സ്ട്രക്ചറൽ എലിമെന്റ്സ് കാണാൻ പറ്റും. അതിലും കുറച്ച് റീസൺസ് ഉണ്ട്. അന്ന് നമ്മൾ ഈ വീട് പണി തുടങ്ങുന്ന സമയത്ത് പണിയാൻ ഉദ്ദേശിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് രണ്ട് റിക്വയർമെന്റ് ആയിരുന്നു. ഒന്ന്, ക്ലയന്റിന്റെ ആവശ്യമായിരുന്നു ഇത് മാക്സിമം സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ളത്. അപ്പൊ ഒരു കോൺക്രീറ്റ് വീട് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും സ്റ്റീലിൽ ചെയ്യുവാണെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ പിന്നീട് അത് ഡെമോളിഷ് ചെയ്യുമ്പോഴും നമുക്ക് സ്റ്റീൽ എടുത്ത് മാറ്റാം, ഇത് കംപ്ലീറ്റ്ലി റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റീലിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇതില് സ്റ്റീലിൽ ചെയ്തതിലും വേറെ കുറച്ച് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ലൈക്ക്, ഒന്നാമത്തെ കാര്യം സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ വീടിന്റെ വർക്ക് തുടങ്ങുന്നത് ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് മഴ ഒരു പ്രശ്നമായിരുന്നു പിന്നീട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ സ്റ്റീൽ സ്ട്രക്ചർ ആയിരുന്നതുകൊണ്ട് നമുക്ക് ആദ്യം പറ്റാവുന്നത് റൂഫായിരുന്നു. ആ റൂഫ് ആദ്യം ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ അകത്തുള്ള. അപ്പൊ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഹാർഡ്ലി ഒരു 1 ഇയർ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് പണി തീർന്നത്.
സോ ആസ് ഐ സൈഡ് നമുക്ക് ഇതിനകത്ത് ലിവിബിലിറ്റി, ഫങ്ഷണാലിറ്റി, സസ്റ്റൈനബിലിറ്റി, എസ്തെറ്റിക്സ് എന്നുള്ളതാണ് നമ്മുടെ കോർ ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തുള്ള സ്പേസസ് നിങ്ങൾക്ക് കാണാം. മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ആ വോള്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു മെസനൈൻ ഫ്ലോർ കൊടുത്തു. എന്നാൽ മെസനൈൻ ഫ്ലോർ ഒരു സെപ്പറേറ്റ് ഹൈറ്റിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ അതിനകത്ത് ലോ ഹൈറ്റ് ആയിട്ടാണ് കൊടുത്തത്, ചെറിയ ഹൈറ്റിലാണ്. വളരെ കൺവീനിയന്റ് ആണ് ഇതിനകത്ത്. ഇങ്ങനെയുള്ള വീടുകൾ നമ്മൾ ഇത്രയും തോട്ട്ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒപ്റ്റിമൈസേഷൻ ആണ്. ഈ വീട് ഈ കാണുന്ന അത്രയും ഏരിയ എന്ന് പറയുന്നത് പുതിയ കൺസ്ട്രക്ഷൻ മാത്രമേ അറൌണ്ട് 2200 സ്ക്വയർ ഫീറ്റിന് താഴെയാണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന വോള്യം നിങ്ങൾ കണ്ടു കാണും. വലിയ വലിയ സ്പേസസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ സ്പേസിനെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വലിയ വോള്യവും നമുക്ക് ഒരിക്കലും ഒരു ഇടുങ്ങിയ 2200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിലുള്ള വീട് എന്ന് പറയുന്ന ഒരുപാട് വലിയ വീടൊന്നുമല്ല ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം. പക്ഷെ നമ്മൾ അതിന്റെ ഒരു വോള്യം കാരണം, അതിന്റെ മാസിങ്ങും അതിന്റെ ഡിസൈനും കാരണം നമുക്ക് ഒരുപാട് കണ്ടിന്യൂസ് സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒരു ഫീലിംഗ് ഓഫ് സ്പേഷ്യസ്നെസ്, വളരെ വലിയ വോള്യത്തിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഒരു ചെറിയ വീടോ അല്ലെങ്കിൽ ചെറിയ സ്പേസ് ആണെന്നൊരു തോന്നൽ ഉണ്ടാവില്ല. എത്ര ആൾക്കാർ വന്നാലും ആ സ്പേസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഏരിയക്ക് എത്രയും കൂടുതൽ മൂല്യം നമുക്ക് കിട്ടുന്നുണ്ടോ, അതാണ് ഇതിനകത്ത് നമുക്ക് പറയേണ്ടതുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫർണിച്ചർ ലേഔട്ട് നോക്കുകയാണെങ്കിൽ വളരെ മിനിമലാണ്. നമുക്ക് ഒരുപാട് വലിയ സോഫകളൊന്നുമല്ല. അവിടെ ഉണ്ടായിരുന്ന പഴയ ഫർണിച്ചറിനെ മാക്സിമം ഈ സ്റ്റൈലിൽ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് മിക്കവാറും എല്ലാം അവിടെ റീയൂസ് ചെയ്യാനുണ്ടായത്. ഇവിടെ നമ്മൾ കാണുന്ന സ്റ്റെയർ കേസുകളാണെങ്കിൽ നമുക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ, അവരുടെ പഴയ തറവാടിന്റെ ചെറിയ എലിമെന്റ്സിനെ റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിച്ചത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ ഇതിനകത്തുള്ള ഓക്സൈഡ് ഫ്ലോറിംഗ് ആണ്. ഓക്സൈഡ് ഫ്ലോറിംഗ് പണ്ട് വളരെയധികം ഉപയോഗിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ നമുക്കധികം കാണാനില്ല. ഈ ഓക്സൈഡ് ഫ്ലോറിംഗ് പോലുള്ള ചെറിയ എലിമെന്റ്സിനെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത് അവരുടെ ഹോം എന്ന് പറയുന്ന അവരുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന പഴയ വീടിനോടുള്ള ചെറിയ ഓർമ്മകൾ മാറ്റി നിർത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറച്ച് ഡിസൈൻ എലിമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന തടി, ഫർണിച്ചറുകൾ, ഇതെല്ലാം അവരുടെ പഴയ വീട് പൊളിച്ചതിന്റെ മാക്സിമം നമ്മൾ ഇതിനകത്ത് റീയൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ആക്ച്വലി ഒരു കോസ്റ്റ് ബെനിഫിറ്റിലേക്കുള്ള ഒരു വഴി തുറക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു സാഹചര്യം ആ സൈറ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് നമുക്ക് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളും അവിടുത്തെ അവർ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവരുടെ പഴയ വീടിൽ നമുക്ക് പൊളിച്ച് മാറ്റുമ്പോൾ കിട്ടിയ വാതിലുകളും ജനലുകളും ഇതിന്റെ എല്ലാം നമ്മൾ റീയൂസ് ചെയ്യാൻ മാക്സിമം ഈ വീടിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്, ഓടടക്കം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടുത്തെ വയറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അധികവും എക്സ്റ്റേണൽ ആണ്. ഇമേജസ് ഇവിടെ നോക്കിയാൽ കാണും, എക്സ്റ്റേണൽ വയറിംഗ് ആണ്. അത് നമ്മൾ ചൂസ് ചെയ്യാനുള്ള റീസൺ, ഏറ്റവും ആദ്യത്തെ റീസൺ നമുക്കത് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഈ ബ്രിക്ക് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്ലാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കൽ പ്ലാൻ കംപ്ലീറ്റ്ലി, അതിന് ഇൻക്ലൂഡിങ് അവരുടെ കോൺഡുയിറ്റ് ഡ്രോയിങ്സ് എല്ലാം നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്താണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വയറിംഗ് ലൈൻസ് ഈവൻ ദോ അത് എക്സ്പോസ്ഡ് ആണെങ്കിൽ കൂടിയും അതൊരിക്കലും ഒരു ഐസോർ അല്ല, അതൊരിക്കലും എടുത്തു നിൽക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും നമ്മൾ ഇവിടുത്തെ എലിമെന്റ്സിന്റെ കൂടെ, അത് റൂഫ് ആയിക്കോട്ടെ ബീമുകളായിക്കോട്ടെ, ആ ബ്ലാക്ക് ബീമുകൾക്ക് ചേർന്നൊക്കെയാണ് നമ്മൾ അതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഹൊറിസോണ്ടൽ ലൈൻസ് ഇവിടെയൊക്കെ പോകുന്നത് കാണാം, പക്ഷെ വെർട്ടിക്കൽ ലൈൻസ് മാത്രമാണ് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം കെയർഫുള്ളി നേരത്തെ കൂട്ടി, അതായത് ഡിസൈൻ പണി തുടങ്ങുന്നതിന് മുമ്പേ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ എഫിഷ്യൻ്റ്ലി അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴും ഒരു സ്ഥലത്തും നമുക്ക് ഒരു അഭംഗി തോന്നുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക്കൽ ലൈൻ കാണാൻ പറ്റില്ല. എല്ലാം നമ്മൾ ആ ഡിസൈനിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ഈ പറയുന്ന ഗ്രിഡിനോട് ചേർന്നും ഗ്രിഡിന്റെ കൂടെയും റൂഫ് ലൈനിന്റെ ഇടയിലൊക്കെയാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ പോയിന്റ്സും പ്ലംബിംഗ് പോയിന്റ്സ് ഓഫ് കോഴ്സ് നമുക്ക് ബാത്റൂമിലേക്കും കിച്ചണിലേക്കും മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എങ്കിൽ കൂടെ ബാക്കി ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒന്നും തന്നെ നമുക്ക് ഒരു അഭംഗിയായി, ഈവൻ ദോ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാത്ത വീടാണ്, ചെത്തി തേക്കാത്ത വീടാണെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അഭംഗിയൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഇതെല്ലാം നമ്മുടെ ഡിസൈനറുടെ ഇൻവോൾവ്മെന്റ് ആണ്. നേരത്തെയുള്ള ഡിസൈനെ നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റുന്നതിനും അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലയൻസിനും അത് മനസ്സിലാവുകയും ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു പ്ലാൻ മാത്രം കണ്ടുകൊണ്ട് ഒരു 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 വീട് പണിയാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത്രയും ഡീറ്റെയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല.
ഇവിടുത്തെ ഫേർണിച്ചറുകളെല്ലാം ഈ പറയുന്ന ചെറിയ സ്റ്റീൽ എലിമെന്റ്സ് കൊണ്ടാണ്. ഇതൊന്നും താഴെ തട്ടാതെ നമ്മളവിടുത്തെ സ്ട്രക്ചറിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. അത് അവിടുത്തെ ഉള്ള പലകകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഡിസൈനിലേക്ക് പോയിട്ടുള്ളത്. സോ യു ഹാവ് 3 ഡിഫറെന്റ് സ്പേസസ്. ഗ്യാതറിംഗ് സ്പേസ് ഉണ്ട്, അവിടെ പ്രൈവറ്റ് സ്പേസസ് ഉണ്ട്, ബെഡ്റൂംസ് ഉണ്ട്. ഇതെല്ലാം വെൽ ലിറ്റ് ആണ്, നല്ല വെളിച്ചവും കാറ്റും എല്ലാം കയറുന്ന രീതിയിലുള്ള ബെഡ്റൂമുകളാണ്. മെറ്റീരിയൽ സെലക്ഷൻ ഞാൻ ഇടയിൽ സംസാരിച്ചു പോയി. മെറ്റീരിയൽ സെലക്ഷനും ഒരു വലിയ പോയിന്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ സമയത്ത്. നമ്മൾ എപ്പോഴും നല്ല മെറ്റീരിയലും ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഒരുപാട് റോൾ ഉണ്ട് ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ അതിനകത്തുള്ള ലിവബിലിറ്റിക്ക്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ പോറോത്തം ബ്രിക്സ് പോലെ അല്ലെങ്കിൽ എയറോക്കോൺ അല്ലെങ്കിൽ ചൂട് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലേ. അപ്പൊ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ ചൂടാണ് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ നല്ല ക്രോസ് വെന്റിലേഷനും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ഹീറ്റ് ഇൻക്രീസ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ എസ്തെറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ സേഫ്റ്റിയും കംപ്ലയൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രക്ചർ നമ്മളത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോജക്റ്റിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള മെറ്റീരിയൽ സെലക്ഷൻ നമുക്ക് നേരത്തെ തന്നെ ചെയ്യണം. ഇപ്പൊ ഇതിൽ സ്റ്റീലിലുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു, ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റീൽ സ്ട്രക്ചർ ആവുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫാസ്റ്റ് ആയിരുന്നു കൺസ്ട്രക്ഷൻ. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സ്റ്റീൽ വിലയിൽ ഇത് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നില്ല. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് ലൈക്ക് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും പിന്നീട് ഒരു സ്റ്റേജിൽ. അത് മാത്രമല്ല അന്നത്തെ കൺസ്ട്രക്ഷൻ ആവശ്യം അതായിരുന്നു. പോറോത്തം ബ്രിക്ക് എന്ന് പറയുന്നത് ഉപയോഗിച്ചത് നമുക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു ഇവിടെ. നേരത്തെ ഞാൻ സംസാരിച്ചായിരുന്നു. ഓക്സൈഡ് ഫ്ലോറിംഗ് ഇസ് വൺ ഓഫ് ദ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോറിംഗ് ദാറ്റ് വി സീ ഇൻ കേരള. അത് വളരെ ഭംഗിയുള്ള, വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, നമുക്ക് ജോയിന്റ് ഫ്രീ ആയിട്ടുള്ള നല്ല സർഫസസ് കിട്ടും. അതിൽ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതോറും അതിന്റെ ഭംഗി കൂടി വരും എന്നുള്ളതാണ്. നല്ല കളേഴ്സും ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ടൈലിടാൻ വിചാരിച്ചിരിക്കുക പിന്നീട് മാറ്റുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. ഓരോ ചെറിയ എലിമെന്റ്സും വളരെ കെയർഫുൾ ആയിട്ട് ഡീറ്റെയിൽ ഔട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വിൻഡോസിലൂടെ വരുന്ന വൈകുന്നേരത്തെ കാറ്റ്, എന്നാൽ നമ്മൾ സണ്ണിനെ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. വെസ്റ്റ് സൺ വളരെ ഹാർഷാണ് പടിഞ്ഞാറുള്ള വെയിൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മാക്സിമം കട്ട് ചെയ്യാവുന്ന രീതിയിലും അതുപോലെ കാറ്റ് മാക്സിമം കയറ്റി വിടുന്ന രീതിയിലുമാണ് നമ്മളിവിടെ ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് സംസാരിക്കുമ്പോൾ എനർജി എഫിഷ്യൻസി ഒരു പരിധി വരെ ഡിസൈൻ തന്നെ ഹാൻഡിൽ ചെയ്തു. ലൈക്ക് നമുക്ക് ചൂട് കുറവാണ്, നമുക്ക് വെയിലടിക്കുന്നത് അകത്തേക്ക് കുറവാണ്. ഇതെല്ലാം നമ്മൾ ഡിസൈനിൽ തന്നെ കൊണ്ടുവന്നു, മെറ്റീരിയൽ സെലക്ഷനിൽ കൊണ്ടുവന്നു, വെന്റിലേഷനും ഓറിയന്റേഷനും എല്ലാം അത് നമ്മൾ മാക്സിമം സാധിച്ചെടുത്തു. അതിൽ പുറമെ നമുക്ക് ഇത്രയും വലിയ നല്ല റൂഫ് ഏരിയ അവിടെ കിട്ടുവാണ്. ആ റൂഫ് ഏരിയയിൽ നമുക്ക് ഒരു 20,000 ലിറ്ററിന്റെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മഴയില്ലാത്ത സമയത്ത് ഒരുപാട് 20,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തേക്ക് ഒരു വീട്ടിൽ ഉപയോഗിക്കാനുള്ള വെള്ളം ഇപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യാം. അത് അവർക്ക് 1-2 മഴയിൽ അത് കവറപ്പ് ചെയ്ത് പോവും. അതിന് ബാക്കി വരുന്ന മഴവെള്ളം പുറത്തേക്ക് പോവുകയാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ അവിടെ ലോക്കൽ അവർക്ക് പോണ്ടും കാര്യങ്ങളുള്ളിടത്തേക്ക് റീചാർജ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ആലപ്പുഴയിലാണ്. എന്നാലും നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഭൂമിയിലോട്ട് ഇറങ്ങി പോകാനില്ല. അവിടെ ഒരു ഹൈ വാട്ടർ ടേബിൾ ആണ്. പക്ഷെ സമ്മർ വരുമ്പോൾ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നല്ല റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇത്രയും വലിയ റൂഫ് ഏരിയ കിട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ റെയിൻ വാട്ടർ ഗട്ടർ പോലും നമ്മൾ ഡിസൈനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റെയിൻ വാട്ടർ ഗട്ടർ സാധാരണ നമ്മൾ കാണുന്ന PVC ഗട്ടറാണ്, അതിന്റെ ഉള്ളിലാണ്. അതിന് ശേഷവും ഒരു വരി ഓട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ ഓടിന്റെ അറ്റത്തുനിന്ന് തുള്ളിയായിട്ട് വീഴുന്ന മഴവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു ഓർമ്മയാണ് ഈ ഓടിട്ട വീടുകളിലെ. അതും നമുക്ക് അവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പൊ അതിനുള്ളിലേക്ക് നമ്മൾ ഡ്രെയിനിൽ ഹൈഡ് ചെയ്തേക്കും. അപ്പൊ നമ്മളിപ്പോ കാണുന്ന എല്ലാ ടിപ്പിക്കൽ വീടുകൾക്കും നമുക്ക് അറ്റത്ത് ഒരു PVCന്റെ ഡ്രെയിനാണ് നമ്മുടെ റൂഫിന്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി നമുക്ക് അത്രയും ചെറിയ ഡീറ്റെയിലുകൾ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഈ ചെറിയ ഡീറ്റെയിലിൽ നമുക്ക് അതിന്റെ എസ്തെറ്റിക്സിനും അതിന്റെ ഭംഗിക്കും നമ്മുടെ ചെറിയൊരു ഓർമ്മകൾ പോലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ വരാന്തയിൽ ഇത് നല്ലൊരു മഴ കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പൊ മഴ പെയ്യുമ്പോൾ നമ്മളെ പഴയ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ കുറ്റിട്ട് വീഴുകയും തറയിൽ ചെറിയ കുഴികൾ ഉണ്ടാവും, നല്ല മണലില്.
അതെല്ലാം നമുക്ക് ഇതിനകത്ത് ആസ്വദിക്കാം എന്നുള്ളതായിരുന്നു അവർ. അപ്പൊ ആ നൊസ്റ്റാൾജിയാണ് നമുക്ക് ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിച്ചത്, ക്ലയന്റിനെയും സഹായിച്ചത്. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലുള്ള പ്രസന്റേഷൻസ് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈനിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിലുകൾ ആലോചിച്ച് വരുന്നതിലാണ് ആർക്കിടെക്ടിന്റെ വിജയം, അല്ലെങ്കിൽ ആർക്കിടെക്ടിന്റെ ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്കൊരു സാധാരണ രീതിയിൽ ഈ 2200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവോ അതിലൊരു 10% കൂടിയെന്ന് തന്നെ വിചാരിക്കട്ടെ, എങ്കിൽ കൂടെയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 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 രൂപയും നമുക്കത് വെർത്താണെന്ന് മനസ്സിലാവും. അത് ആ ഒരു ആസ്പെക്റ്റ് ആണ് എനിക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ളത്. ഇത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ ഡ്രോയിങ്സ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കൂടി, നമ്മൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു ടിപ്പിക്കൽ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് നമ്മളൊരു വീടിന് കൊടുക്കുമ്പോൾ അതിൽ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ എന്ന് പറയുന്ന ടിപ്പിക്കൽ സെറ്റിൽ നിന്ന് മാറി നേരത്തെ പറഞ്ഞ ഓരോ റെയിൻ വാട്ടർ ഗട്ടറിന്റെ ഡീറ്റെയിൽ ആണെങ്കിലും, എയർ കേസിന്റെ ഡീറ്റെയിൽ ആണെങ്കിലും, ഹാൻഡ് റെയിലിന്റെ ഡീറ്റെയിൽ ആണെങ്കിലും, വയറിംഗ് ലേഔട്ടുകളും പ്ലംബിംഗ് ലേഔട്ടുകളും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു ഡിസൈനിലേക്ക് പോകുന്നത്. അതിന്റെ കോൺസെപ്ഷ്യൽ സ്റ്റേജ് എങ്കിലും കൺസ്ട്രക്ഷന് മുൻപേ നമ്മൾ തീർക്കുകയും അതിനുശേഷം ഡീറ്റെയിൽ ഡ്രോയിങ്സ് സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ബിക്കോസ് നമ്മളൊരു കോൺട്രാക്ടറെ കൊണ്ടാണ് ഇത് പണിയിപ്പിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഓഫീസിലിരുന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം ഇത് എന്താണ് അവിടെ പണിയാൻ പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ അവിടെ പോയി നിന്ന് നോക്കി ക്ലയന്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രോയിങ്സും അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിരിക്കും. നമ്മളൊരു ടിപ്പിക്കൽ ഒരു വീടിന്റെ ഫുൾ സെറ്റ് ഡ്രോയിങ് ചെയ്ത് വരുമ്പോൾ 100 അല്ലെങ്കിൽ 80 100 ഡ്രോയിങ്ങുകൾ തന്നെ നമ്മൾ ഒരു ആർക്കിടെക്ടിന്റെ ഓഫീസിൽ നിന്ന് സൈറ്റിലേക്ക് പോകും. അതിലൊന്നും എല്ലാം കസ്റ്റമൈസ്ഡ് ആയിരിക്കും, 90% കസ്റ്റമൈസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ക്ലയന്റിന് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ വീട് എന്താണോ വേണ്ടത് അതിലേക്ക് ക്യൂറേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ ഡിസൈനും ഒരു ആർക്കിടെക്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒരു പ്ലാനിൽ നിന്ന് മാത്രം നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അൺസർട്ടനിറ്റീസും ഒരുപാട് അൺനോൺസും ഉണ്ട്. നമുക്ക് ആകെ അറിയുന്നത് നമ്മുടെ മുറിക്ക് 10 അടിക്ക് 12 അടി വീതി കാണും, 14 അടി വീതിയുണ്ട്, അല്ലെങ്കിൽ ബാത്റൂം ഇവിടുണ്ട്, കിച്ചൺ ഇവിടുണ്ട് എന്നത് മാത്രമാണ്. അതിലുപരി ഒരു ഡിസൈൻ നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരു ഡിസൈന്. അത് കൺവേ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഫോർസീ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, ഒരു ആർക്കിടെക്ട് അത് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും അണ്ടർസ്റ്റാൻഡിങ് കൂടുകയാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഒരു ഡെമോളിഷനിലോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഓൾട്ടറേഷനിലേക്കോ ആൾക്കാർ പോകുന്നത് പൊതുവേ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിലുണ്ടാവുന്ന എക്സ്പെൻസസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ്, ഇതെല്ലാം ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനിൽ സംഭവിക്കാവുന്നതാണ്. നമുക്ക് ഇൻ ആൻഡ് ഔട്ട് അറിയുന്നെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിലും വിചാരിച്ച രീതിയിലും അതിനെ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു പ്ലാനോ അല്ലെങ്കിൽ എലിവേഷനോ, 3D എലിവേഷനൊക്കെ എല്ലാവരും കാണിക്കുന്നതാണ്. ഒരു 3D എലിവേഷനും പ്ലാനും വെച്ചതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും ആ പറയുന്ന കാര്യത്തിൽ. ഒരു പക്ഷേ എനിക്കറിയില്ല, പക്ഷെ മേ ബി ഓൺ എ ലേറ്റസ്റ്റ് സ്റ്റേജ് ഡിസൈൻ റിവിഷൻസ് പണിത് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക, അയ്യോ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് 2 സൈഡിൽ 3 സൈഡിലൊക്കെ ജനൽ, 2 സൈഡിലെങ്കിലും ബെഡ്റൂമിൽ ജനൽ കൊടുക്കും. നമ്മൾ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ് പോലും പ്രോപ്പർലി അറേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവില്ല, ഒരു TV വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഇതൊന്നും ആ ഡിസൈനിൽ ചിലപ്പോൾ ഇൻകോപ്പറേറ്റഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് ഒരു ആർക്കിടെക്റ്റ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ 90% ഞാൻ ഉറപ്പ് പറയാം, അവർ അതിന് മാക്സിമം ഡീറ്റെയിലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു തരും. ഫർണിച്ചർ എങ്ങനെ ഇടണം, ഫർണിച്ചർ ലേഔട്ട് എങ്ങനെയാണ്, അവിടെ ഒരു TV അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് വെക്കാനുള്ള പ്രൊവിഷൻ പോലും വളരെ കൃത്യമായി ഡ്രോയിങ്ങിൽ കാണിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ ഡിസൈനിലേക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് മെച്ചങ്ങളുണ്ട്. നമ്മൾ പൈസ ചെലവാക്കി തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുത്ത് കൊഴിഞ്ഞതിന് ശേഷവുമല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് പ്രയറായിട്ട് ചെയ്യുമ്പോൾ അതിൽ എന്ത് വേണം, എന്ത് വേണ്ട, എന്താണ് എൻ്റെ ആവശ്യം എന്നെല്ലാം ഒരു ക്ലയന്റിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അത് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഇൻകോപ്പറേറ്റ് ചെയ്യിക്കാനുമുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ അതൊരു ബഡ്ജറ്റ് ഡിസിഷനാണ്. നമുക്ക് ബഡ്ജറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇതെല്ലാം നമുക്ക് പ്രയറായിട്ട് മുൻകൂറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ഇത് വെറും ഒരു കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്, നമ്മൾ ചെലവാക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു മാക്സിമം വാല്യൂ കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ അവരുടെ പ്രൊജക്ട് ഡിസൈനും ക്ലയന്റിന്റെ ബഡ്ജറ്റും അലൈൻ ചെയ്യുന്നത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കോൺട്രാക്ട്സ് കൊടുക്കുന്നതും
ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ പറയാ 2000 രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്യാം, 2500 സ്ക്വയർ ഫീറ്റിന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഡിസൈൻഡ് വീട് നമ്മൾ അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കില്ല. റാദർ നമ്മൾ ഐറ്റം വൈസ് ഓരോ ക്വാണ്ടിറ്റിയും സ്പെസിഫിക്കേഷനും വെച്ചിട്ടാണ് നമ്മൾ റേറ്റ്സ് എടുത്ത് കൊടുക്കുന്നത്. ഒരുപാട് നല്ല കോൺട്രാക്ടേഴ്സ് ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന തർക്കങ്ങൾക്കുള്ള സ്കോപ്പ് കുറവാണ്. ഓരോ ഐറ്റത്തിനെയും സ്പെസിഫിക്കേഷൻ അതിനകത്തുണ്ടാവും. നല്ല കോൺട്രാക്ടേഴ്സും നല്ല ബിൽഡേഴ്സും എല്ലാം നമുക്ക് ഐറ്റം റേറ്റ് ആയിട്ടാണ് ചെയ്യുക. ഓരോ ഐറ്റവും അതിന്റെ സ്പെസിഫിക്കേഷൻ അടക്കം ആർക്കിടെക്ട് അപ്രൂവ് ചെയ്ത സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ എൻഷുർഡ് ആണ്. ഇങ്ങനെ ഒരു പ്രോപ്പർ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ എൻഷുർഡ് ആണ്. നിങ്ങൾക്ക് കോൺട്രാക്ടറുമായിട്ടോ അല്ലെങ്കിൽ ബിൽഡറുമായിട്ടോ തല്ലുകൂടേണ്ട ഒരു ആവശ്യവും അതിനകത്ത് അങ്ങനത്തെ സാഹചര്യങ്ങളും നമുക്ക് മിനിമൈസ് ചെയ്യാൻ ഇതുപോലെ ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ബഡ്ജറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റും. നിങ്ങൾ ഒരു നോർമലി ഒരു കോൺട്രാക്ടർ നമുക്കൊരു പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പോൾ 2500 രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് ഒരു A4 തീരുന്ന ഡീറ്റെയിലേ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഭൂരിഭാഗം കേസിലും അങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യുന്നിടത്ത്. ആ A4 അവർ പറയും 60 രൂപയുടെ ടൈൽ ഉപയോഗിക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സ്പെസിഫൈഡ് ആയിരിക്കും. പക്ഷേ ഈ 2000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വെച്ച് 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 2500 സ്ക്വയർ ഫീറ്റ് ചെയ്യുവാണെങ്കിൽ 50 ലക്ഷത്തിൽ ആ വീട് തീരും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഇനിയും ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരും. ഇന്റീരിയേഴ്സ് വരും, ഫർണിച്ചർ വരും, ലാൻഡ് ഡെവലപ്മെന്റ് വരും, നിങ്ങളുടെ കോമ്പൗണ്ടുകളും ഗേറ്റും ഇതെല്ലാം ചെലവുകളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്താൽ തന്നെ നമ്മുടെ ബഡ്ജറ്റ് 50 ലക്ഷം എന്ന് പറയുന്നതിൽ ഒരു ഭാഗം ഇതിനുകൂടെ മാറ്റി വെക്കേണ്ടി വരും. അല്ലാതെ 50 ലക്ഷത്തിന് നമ്മൾ വീടിന്റെ സ്ട്രക്ചർ തീർത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നമുക്ക് ഇനി അതിനൊരു ലിവബിൾ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് അതനുസരിച്ച് ഡിസൈനും അതൊരു ഒരു എന്താ പറയാ ഒരു ഫൈനൽ എൻ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ആദ്യമേ കിട്ടുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഡിസിഷനിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ ഒരു ആർക്കിടെക്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഈ കോസ്റ്റ് ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളൊരു കോസ്റ്റ് കുറച്ചൊരു വീട് ചെയ്യാം, എങ്ങനെ കോസ്റ്റ് സേവ് ചെയ്യുന്നത് പലപ്പോഴും അതിലത്തെ ഡിസൈൻ ഡിസിഷൻസിലാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കും, നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ആർക്കിടെക്റ്റിന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവരുടെ സ്പേസ് പറയുമ്പോൾ ഇത്രയും വലിയ ബാത്റൂമിൻ്റെ ആവശ്യമില്ല, ചെറിയ ബാത്റൂം മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ അത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് കോൺവെർസേഷൻസ് ആർക്കിടെക്റ്റും ക്ലയൻറ്റും തമ്മിൽ നടക്കും. അപ്പം അതിൽ തന്നെ നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുകയും നമുക്ക് ആവശ്യമുള്ള നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് മാക്സിമം വെർത്ത് തരാൻ ഒരു ആർക്കിടെക്റ്റിന് പറ്റുകയും ചെയ്യും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് തന്നെയാണ് ഈ പ്രസന്റേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെയും ഒരു 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 ആവശ്യമുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. സോ താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സാർ നമുക്കിപ്പോ വളരെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉള്ളവര് ജസ്റ്റ് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് എഴുതി പോസ്റ്റ് ചെയ്താൽ മതിയാവും. നമ്മുടെ സിദ്ദിഖ് സർ, നമ്മുടെ സെഷൻ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. ക്വസ്റ്റ്യൻസ് ഉള്ളവര് അത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതിയോ? സോ സർ, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി നോർമൽ ചാർജസ് എക്സ്പെക്ടഡ് ഫോർ ആൻ ആർക്കിടെക്ട്? ആർക്കിടെക്ട് ഫീ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും കാര്യം ഒന്ന് പറയുന്നത് നമ്മുടെ ഓഫീസും അവരുടെ റെപ്യൂട്ടേഷനുമാണ് അതിൽ ഒരു ഫാക്ടർ. രണ്ടാമത്
നമ്മുടെ റീജിയൻ വെച്ചിട്ട് ഒരു ട്രെൻഡ് ഉണ്ടാവും അല്ലെ. ട്രിവാൻഡ്രത്ത് ഒരു ട്രെൻഡ് ഉണ്ടാവും, അതേ റേറ്റ് ആയിരിക്കില്ല കൊച്ചിയിൽ, അതുപോലെ ആയിരിക്കില്ല ട്രിവാൻഡ്രത്ത്. ഇങ്ങനെ പല രീതിയിലും പല ആർക്കിടെക്ട്സും പല റേറ്റ്സ് ആണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന ചാർജസ് എന്ന് പറയുന്നത് 5% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. യൂഷ്വലി 5% ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ 5% മിക്കവാറും ആൾക്കാർ ചാർജ് ചെയ്യില്ല, അതിന് താഴെയായിരിക്കും ഒട്ടുമുക്കാലും ആൾക്കാർ ചാർജ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ചാർജ് ചെയ്യുന്ന വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള, നമ്മൾ ഈ സിനിമയിലൊക്കെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ പറയുന്ന പോലെ കുറച്ച് ഡിമാൻഡ് ഉള്ള ആൾക്കാർക്ക് അതിനേക്കാൾ വലിയ ഫീസ് വരാറുണ്ട്. എന്നാൽ ഈ 5% എന്ന് പറയുന്ന ചാർജ് ഒരു 80% ആൾക്കാർ മിക്കവാറും തോന്നുന്നു 5%-നും താഴെയായിരിക്കും ചാർജ് ചെയ്യുന്നത്. 5 to 7.5. ഇന്റീരിയർ അടക്കമാണെങ്കിൽ 7.5, ഇന്റീരിയർ മാത്രമാണെങ്കിൽ അറൌണ്ട് 10% ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇന്റീരിയർ മാത്രം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേറൊരു ഡിസൈനകത്ത് ഇന്റീരിയർ ചെയ്യുക, അതിനകത്ത് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ ഒരുപാട് ഡ്രോയിങ്സ് വരും, ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്, ഇന്റീരിയർ വ്യൂസ് എടുക്കണം, ഇതെല്ലാം കുറച്ചും കൂടെ ലേബർ ഇന്റൻസീവ് ആയതുകൊണ്ട് തന്നെ ഇന്റീരിയർ മാത്രം ചെയ്യുമ്പോൾ എന്തായാലും റേറ്റ് കുറച്ചുകൂടെ അതാത് ബഡ്ജറ്റിന്റെ 10% വരെയൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. നമ്മൾ കോൺട്രാക്ടേഴ്സ് ആകുമ്പോൾ ഒരു 10 to 15% ഒക്കെ കൺസ്ട്രക്ഷനിലെ ലാഭം വരുന്ന, 20% വരെയൊക്കെ കൺസ്ട്രക്ഷൻ ലാഭം പോകുന്ന പോലെ ആർക്കിടെക്ട് ഫീ എന്ന് പറയുന്നത് ഐഡിയലി ഒരു 5 to 7%-ലാണ്. അതിനേക്കാളും താഴെ ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ചാർജ് ചെയ്യുന്നത്. ഓക്കെ സർ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ബേസിക് ആയിട്ട് വാസ്തുവിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാസ്തു ഒരു ട്രിക്കി ഏരിയ ആണ്. ഓക്കെ, അതായത് വാസ്തുവിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന് അതൊരു വിശ്വാസമാണ്, രണ്ട് അതൊരു ശാസ്ത്രീയ വശമുണ്ടെന്ന് പറയാം. അപ്പൊ ഇതില് വാസ്തുവിനെ വിശ്വാസമായി കണക്ട് ചെയ്യുമ്പോൾ ഡിസൈൻ വളരെയധികം ലിമിറ്റഡ് ആണ്. അതിലെ അളവുകളും നമ്മൾ പണ്ട് അങ്കുലത്തിലും ഇതൊക്കെയാണ് നമ്മൾ മെഷർമെന്റ്സ് എടുത്തിരുന്നത്. അങ്ങനെ ഒരു മെഷർമെന്റ്സിന് ഇപ്പൊ ആക്ച്വലി പ്രസക്തി ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു വീട് എടുക്കുമ്പോൾ നമുക്ക് ഐഡിയലി ഇപ്പൊ നമ്മൾ ടൈൽ ഇടുവാന്ന് വിചാരിച്ചോ, എല്ലാ ടൈലും ഇപ്പൊ 2 അടി 4 അടിയോ അല്ലെങ്കിൽ 4 അടി 8 അടിയോ ഒക്കെയാണ് സൈസ് വരുന്നത്. അപ്പോൾ ആസ് എൻ ആർക്കിടെക്ട് ഞാനത് ഡിസൈൻ ചെയ്യാൻ സമയത്താണെങ്കിൽ ഞാൻ ഒരുപക്ഷെ ടൈൽ വേസ്റ്റേജ് കുറച്ച് കൊണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇടുന്ന ബെഡും ഫർണിച്ചറും അതിന്റെ സൈസും അതനുസരിച്ചുള്ള ഒപ്റ്റിമൽ സർക്കുലേഷനും വെച്ചിട്ടായിരിക്കും ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നത്. വേറെ ഒരു വാസ്തുവിൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ അതിനൊരു മരണച്ചുറ്റുണ്ടാവും. ആ മരണച്ചുറ്റ് വീട് പണിയാൻ പാടില്ല എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളും അതനുസരിച്ചിട്ട് ചിലപ്പോൾ വാസ്തു കൺസൾട്ടന്റിനെ വെച്ച് നമ്മളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ മരണച്ചുറ്റ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് തച്ചുശാസ്ത്രത്തിൽ ഈ ചുറ്റളവിൽ അനുസരിച്ചിട്ടാണ് അവർ റൂഫ് കൂട്ടുന്നത്. അപ്പൊ ഈ റൂഫ് കൂട്ടാൻ സമയത്ത് അതിന് ചുറ്റളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ റൂഫിന് ഉറപ്പുണ്ടാവില്ല, ആ റൂഫ് എന്ന് വേണമെങ്കിലും താഴെ വീഴാം. നമ്മൾ പണ്ട് പെരുന്തച്ചൻ സിനിമയിലൊക്കെ കണ്ട പോലെ ആ റൂഫ് കൂട്ടുക എന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു അറിവാണെന്ന് തോന്നുന്നു അതിന്റെ ആധാരം. അല്ലാതെ വീടിന്റെ അളവിൽ ഒരു ഇത്ര ഇഞ്ച് മാറി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് ശാസ്ത്രീയമായി അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് ശരിയായിരിക്കാം. പക്ഷെ ഞാൻ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ റൂമിന്റെ സ്ഥാനങ്ങളൊക്കെ നമ്മളും കൂടുതൽ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോ നമ്മൾ അടുക്കളയുടെ സ്ഥാനം കിഴക്ക് ഭാഗത്താണ് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ കാറ്റിരിക്കുന്നത് പടിഞ്ഞാറെന്നാണ് വരുന്നത്, വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറോട്ടാണ് കാറ്റ് പോകുന്നത്. കിഴക്കിലോട്ടാണ് കാറ്റ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കിച്ചണിലുള്ള പുക, കിച്ചണിൽ തീ ഉണ്ടെങ്കിൽ ആ തീ നമ്മുടെ മേത്തേക്ക് വരാനുള്ള സാധ്യതകൾ, ഇതെല്ലാം അതുകൊണ്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് ഗ്യാസിലും ഇൻഡക്ഷനിലും വെക്കുന്ന കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ എങ്കിൽ കൂടിയും കിച്ചണിനകത്തുള്ള സ്മെല്ലകത്തേക്ക് വരാതിരിക്കുക, കിഴക്കോട്ട് ദർശനമായിട്ട് ആദ്യത്തെ സൂര്യപ്രകാശം വരുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ഒരു പരിധി വരെ അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അത് ഫോളോ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം, ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് വാസ്തു കൊണ്ടുവരുമ്പോൾ അതൊരു വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസത്തിൽ വാല്യൂ ചെയ്യുന്നവർക്ക് ഒബ്വിയസ്ലി അതായിരിക്കും അവരുടെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും പലരും ഡിസൈൻ ചെയ്യുന്നതും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും. ആ പ്രയോറിറ്റി ഞാൻ ഒരിക്കലും ചെറുതായി കാണുന്നതല്ല. പക്ഷെ ഇതിലെ ശാസ്ത്രീയ വശം നമുക്ക് ഫോളോ ചെയ്യുന്ന നിർബന്ധം പിടിക്കാവുന്നതാണ്. മറ്റേത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. ഓക്കെ സർ, അടുത്തൊരു ക്വസ്റ്റ്യൻ, അതായത് എക്സിക്യൂഷന്റെ സമയത്ത് പലരും ഡയമെൻഷൻസ്, അതായത് ഡ്രോയിങ്സിൽ നിന്ന് മാറിപ്പോവാറുണ്ട്. അതായത് എക്സിക്യൂഷന്റെ സമയത്ത് അത് എങ്ങനെ, അതായത് ഡിസൈനിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് ജിനു സർ.
നമ്മളൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ വി വിൽ ബി ദെയർ. നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് സൈറ്റിൽ ഈ പറയുന്ന ഡ്രോയിങ്ങിനെ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യും സൈറ്റിൽ. നിങ്ങളെല്ലാവരും കണ്ടു കാണും, നമ്മൾ കുറ്റിയടിക്കുക എന്നൊക്കെ പറയും, കുറ്റിയടിച്ച് ആ സമയത്ത് ആർക്കിടെക്ട് അവിടെ ഉണ്ടാവും. നമ്മളത് ടു ദ സെന്റിമീറ്റർ ലെവൽ അത് ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീടിനകത്ത് ഒരു വീട് പൂർണ്ണമായിട്ട് ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഓരോ നിങ്ങളുടെ ആവശ്യമുള്ള ഓരോ സാധനങ്ങളും അതിനകത്ത് പ്ലേസ് ഉണ്ടാവും, അതിനകത്ത് ഓരോ സാധനങ്ങൾക്കും സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ഒരു മാറ്റത്തിന് കൺസ്ട്രക്ഷൻ എറർ കാരണമുള്ള മാറ്റം ഉണ്ടാവുന്നതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതല്ലാതെ നമ്മൾ ഇന്ന സാധനത്തിന് സ്ഥലമില്ല എന്നുള്ള ഒരു ഡിസൈൻ കറക്ഷൻ വരേണ്ട സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ കൺസ്ട്രക്ഷൻ ആക്യുറസിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മിക്കവാറും ഈ പറയുന്ന നമ്മൾ പണിയുന്ന ആരാണോ അല്ലെങ്കിൽ ആ കോൺട്രാക്ടർ ആരാണോ അവരുടെ ഒരു എറർ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. ഇതിൽ ആർക്കിടെക്ചറിനും എറർ സംഭവിക്കാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കിടെക്ട് വരച്ചു വരുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ സൈറ്റിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ടും മാറ്റേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് സോൾവ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ചെറിയ ടൈറ്റ് ആയിട്ടുള്ള സൈറ്റ് ആണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമുക്ക് സെറ്റ് ബാക്കുകൾ ഇത്ര വിടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന സൈറ്റിന്റെ സ്കെച്ച് വെച്ചിട്ടോ സർവേ ഡ്രോയിങ് വെച്ചിട്ടോ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ അവിടെ ആക്ച്വലി സൈറ്റിൽ വരുമ്പോൾ പലപ്പോഴും പല സിറ്റുവേഷനിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊള്ളിക്കാതെ പറ്റില്ല. കാര്യം വെച്ചാൽ നമുക്ക് പിന്നീട് അത് ലീഗലി അതിലൊരു പ്രശ്നം വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ സെറ്റിംഗ് ഔട്ട്. തറക്കല്ലിടുന്നത് ചിലപ്പോൾ ഒരു നേരത്തെ വേറെ ദിവസങ്ങളിലായിരിക്കാം. പക്ഷെ അതല്ലാതെ നമുക്ക് ഫുട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഈ പറയുന്ന എററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആ സ്റ്റേജിൽ തന്നെ സോൾവ് ചെയ്യും. അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ എറർ അല്ലാതെ നമ്മൾ ഡിസൈനിൽ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ ചുരുക്കമാണ്. ഓക്കെ സർ, അടുത്തത് ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജിപ്സം പ്ലാസ്റ്ററിങ് ഒരു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതിനകത്ത് ഒരുപാട് അതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഒരു പുട്ടി വർക്കിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ഡയറക്റ്റ് നമുക്ക് പെയിന്റിങ്ങിലേക്ക് കടക്കാം, അതൊരു കോസ്റ്റ് സേവിങ് ഉണ്ടാവാം. വളരെ ഈസി ആയിട്ട് ഫിനിഷിംഗ് ആണ്, വളരെ നല്ല ഫിനിഷിംഗ് ആണ് ജിപ്സം. എപ്പോഴും നമുക്കറിയാലോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ പറയുന്ന സാധനം പോലെ വളരെ വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡറാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ അൺഈവൻനെസ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ നീറ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ജിപ്സം കൊണ്ട് പറ്റും. പക്ഷെ ഇതിൽ ജിപ്സത്തിൽ ഇനീഷ്യലി ഇഷ്യൂസ് ഉണ്ടായിരുന്നത് ഒന്ന് വെള്ളത്തിന്റെ ആയിരുന്നു. പക്ഷെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കാം, പക്ഷെ അതിന് ഇവരുടെ ഈ ലിമിറ്റേഷൻസ് സോൾവ് ചെയ്തുകൊണ്ട് വരികയാണ് അവർ. അപ്പോൾ അതിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ആയിരുന്നു. വെള്ളം നനവ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ജിപ്സത്തിന് ഉണ്ട്. ജിപ്സം വീർത്തു പോകും, വെള്ളം കുടിക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പം നനവുള്ള സ്ഥലങ്ങളിൽ അതൊരു പ്രശ്നമാവാറുണ്ട്. അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് ആണ്, നമ്മൾ പ്ലാസ്റ്റർ പോലെ അത്രയും സ്ട്രോങ് അല്ല ഇത്. അപ്പോൾ സോഫ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഫർണിച്ചർ പോയി ചുമരിലിരിക്കുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള അങ്ങനത്തെ തട്ടിലും മുട്ടലൊക്കെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് എന്തൊക്കെ ഒഴിവാക്കി, പണ്ട് നമ്മൾ വീടുകളിൽ കാണാറുണ്ടല്ലോ, നമ്മൾ ഈ കുമ്മായത്തിൽ കെട്ടുന്ന വീടുകളിലൊക്കെ ചുമരിന്റെ കോർണേഴ്സ് ഒക്കെ ചെറുതായി ഉരുട്ടി വെച്ചിട്ടുണ്ടോ. ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ സെൻസിബിളി യൂസ് ചെയ്യുവാണെങ്കിൽ ജിപ്സം വളരെ നല്ലൊരു മെറ്റീരിയലാണ്. ഓക്കെ സാർ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈർപ്പമുള്ള സ്ഥലത്ത് വീട് നിർമ്മാണത്തിന് എത്ര അധിക ചെലവ് വരും എന്ന് ചോദിച്ചിട്ട്. ഈർപ്പമുള്ള സ്ഥലത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിംഗ് നമ്മൾ ചെയ്യുമ്പോൾ പ്ലിന്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെലവ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. നമ്മൾ പല ലെവലിലാണ് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ പറ്റുക. ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിന് മേലെ കെമിക്കൽ, ബീമിന്റെ മേലെ കെമിക്കൽ അടിച്ചിട്ട് വാട്ടർ പ്രൂഫ് ഒരു ബ്ലാക്ക് കെമിക്കൽ വന്ന് അത് ഒരു സിമെന്റേഷ്യസ് ആയിട്ടുള്ള ഒരു മിക്സർ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളെ പ്ലിന്ത് ബീമിൽ കട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പ്ലിന്തിനകത്തുനിന്ന് മേലേക്ക് കട്ടയിലേക്ക് ഈർപ്പം വരാതിരിക്കാൻ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ സെൻഗോബിയൻ പോലുള്ള നല്ല കമ്പനികളുടെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. മെംബ്രെയിൻ വാട്ടർ പ്രൂഫിംഗ് എന്നൊക്കെ പറയും. വേറെ നമ്മൾ പ്ലിന്തിന് മൊത്തമായി ഒരു ലെയറിൽ വെച്ച് കവർ ചെയ്യുകയും ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കുറച്ച് മെറ്റീരിയൽസ് കാണാമോന്നറിയില്ല. ഇതെല്ലാം
വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ സൈറ്റിൽ പ്ലിന്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് സെൻഗോബിന്റെ ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയുള്ള സാധനമാണ്. ഇത് കീറത്തില്ല. ഇങ്ങനെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 1.5 mm കനം വരുന്ന പല പല ഗ്രേഡിലുള്ള പല മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ ഇത് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 60 to 70 rupees ഒക്കെ ചെലവ് വരും ഈ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷെ ഇത് ഒരു 100% നമ്മളെ വീടിനെ താഴെ നിന്നുള്ള മോയ്സ്ചറിനെ കംപ്ലീറ്റ് ആയിട്ട്, അപ്പൊ ഇത് താഴെ നമ്മൾ PCC ചെയ്യുമല്ലോ ഫ്ലോറിൽ, അതിന് മുൻപായിട്ട് പ്ലിന്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ആലപ്പിയിലുള്ള പ്രോജക്ട്സ് ഒക്കെ നമ്മൾ കാണുന്നതിലെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന്റെ ഏകദേശം ഇത് HDPE എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ മെംബ്രെയിൻ ആണിത്. അപ്പൊ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 70-75 rupees ഓടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചത്. ഓക്കെ സർ. പിന്നെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, കേരള ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായ റൂഫിംഗ് ഏതാണ്? കണ്ടംപററി ഫ്ലാറ്റ് റൂഫ്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, കേരള ക്ലൈമറ്റിന് റൂഫ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈർപ്പമാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇവിടത്തേക്കാളും ചൂടാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ഒരു തണലത്ത് കയറിയിരുന്നാൽ നമുക്ക് ചൂടറിയില്ല. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ തണലത്തിരുന്നാലും വെയിലത്തിരുന്നാലും എല്ലാം നമുക്ക് ചൂടാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം ആക്ച്വലി ചൂടും മോയ്സ്ചറും ഹ്യൂമിഡിറ്റി. നമുക്ക് എപ്പോഴും 60% മേലെ ഹ്യൂമിഡിറ്റി ഉണ്ട്. ആ ഹ്യൂമിഡിറ്റിയാണ് നമ്മളെ ചൂടിനെ കൂട്ടുന്നത്. അപ്പൊ ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് അധികവും. അപ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ക്രോസ് വെന്റിലേഷൻ ആണ്. വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്ത ഏത് മുറിയിലാണെങ്കിലും നമുക്ക് ചൂട് വരും. ഹ്യൂമിഡിറ്റിയെ നമുക്ക് മെറ്റീരിയൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമിഡിറ്റി എയറിലുണ്ട്. അപ്പോൾ നമുക്ക് ക്രോസ് വെന്റിലേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. മാക്സിമം ക്രോസ് വെന്റിലേഷൻ കൊടുത്താൽ നമുക്ക് ഹ്യൂമിഡിറ്റി നല്ല കാലാവസ്ഥ നമുക്ക് അകത്ത് നിർത്താൻ പറ്റും. ഇനി ഫ്ലാറ്റ് റൂഫിന്റെ കേസിൽ ഫ്ലാറ്റ് റൂഫിൽ നമുക്ക് ചൂട് വരുന്നു എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും നല്ല ഓടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആസ് എ പ്രാക്ടീസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓടും അതിനകത്ത് സീലിംഗ് ഓടിന്റെ ഒരു ലെയറും വരുമ്പോൾ ഇടയിൽ നമുക്കൊരു എയർ ഗ്യാപ്പ് വരും. ആ എയർ ഇൻസുലേഷൻ നമ്മൾ ഒരുപാട് ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഫ്ലാറ്റ് റൂഫ് തന്നെ ചെയ്യണം എന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇൻസുലേഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലാറ്റ് റൂഫിന്റെ മുകളിലേക്ക് നമുക്ക് ഇൻസുലേഷൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഹീറ്റ് ഗെയിൻ കുറയ്ക്കാനുള്ള നമുക്ക് ഹൈ റിഫ്ലക്റ്റൻസ് ഉള്ള പെയിന്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം മെറ്റീരിയൽ സ്പെസിഫിക് ആണ്. ടെക്നോളജിയും പ്രോഡക്റ്റും അനുസരിച്ചിട്ട് അതിന്റെ ഹീറ്റ് ഗെയിനുള്ള വ്യത്യാസം. അപ്പൊ ഹീറ്റ് ഗെയിൻ ത്രൂ എ മെറ്റീരിയൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോൺക്രീറ്റിനകത്ത് ഹീറ്റ് ഗെയിൻ വരും. കോൺക്രീറ്റ് ചൂടാവും. സ്റ്റീലാണെങ്കിൽ അതിൽ കൂടുതൽ ചൂടാവും. ആ ചൂട് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ആ ഹീറ്റ് ഗെയിൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന് ആ മെറ്റീരിയലിന്റെ ട്രാൻസ്മിറ്റൻസ് അല്ലെങ്കിൽ ചൂട് എത്രത്തോളം അകത്തേക്ക് അത് കടത്തി വിടുന്നു ആ മെറ്റീരിയൽ മാറ്റുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ള സൊല്യൂഷൻ. പണ്ട് ലോറി ബേക്കറൊക്കെ ചെയ്ത പോലെ ഓട് വെച്ച് വാർക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ സൊല്യൂഷനാണ്. അതിനകത്ത് കോൺക്രീറ്റിന്റെ അളവ് കുറച്ച് ഓട് പോലുള്ള കുറച്ചും കൂടെ എന്താ പറയാ എർത്തി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അത് മാറും. അതുപോലെ അതിന് പുറമെ അടുത്ത കവറിങ് ഓപ്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. സ്ലാബ് ചൂടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിനകത്തേക്ക് ചൂട് വരും. ഇപ്പൊ ഇൻസുലേഷന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൂഫ് ടോപ്പ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ അണ്ടർ സ്ലാബ് ഇൻസുലേഷൻ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാറ്റ് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഓക്കെ സർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത്, 15 ലക്ഷം ബഡ്ജറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK വീട് പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 15 ലക്ഷം ബഡ്ജറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ് വരുന്നത്. 1500 രൂപ ഒരു നോർമൽ കൺസ്ട്രക്ഷന്, ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്, നോർമൽ കൺസ്ട്രക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കോൺട്രാക്ട് എടുത്ത് പോവുകയാണെങ്കിൽ അത് സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. 15 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂം 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും അത് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിലും 15 ലക്ഷത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെയധികം പണിയെടുക്കണം. ഒരു ടിപ്പിക്കൽ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നമ്മൾ അതിൽ തുനിഞ്ഞിറങ്ങുവാണ്, നമുക്ക് നല്ല മെറ്റീരിയൽസ് കിട്ടും, നമ്മൾ നല്ല സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ലേബറും ചീപ്പായിട്ടുള്ള ലേബർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലോക്കലി റീയൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനെ ക്രിയേറ്റീവായിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ
അത് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് കേസസും നമുക്ക് ചുറ്റിനും ഉണ്ടാവും. ഇതിൽ ഒരു ടിപ്പിക്കൽ രീതിയിൽ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരുന്ന രീതിയിൽ ഒരു നോർമൽ വീട് പണിയാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം മതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ അതിന് കൃത്യമായ പ്ലാനിങ്ങും നമ്മുടെ കറക്റ്റ് മെറ്റീരിയൽ സെലക്ഷനും നമ്മൾ അതിന്റെ മെറ്റീരിയൽ ഹണ്ട് ചെയ്ത് നമുക്ക് മിനിമം പോസിബിൾ കോസ്റ്റിൽ സോഴ്സ് ചെയ്യാമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത്, വീടിന്റെ പൊക്കത്തേക്ക് ഫസ്റ്റ് ഒരു PG ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മിനിമം എത്ര റൂം സൈസ് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അതില് ബാത്റൂംസ് അറ്റാച്ച്ഡ് വേണോ എന്നും ചോദിച്ചിട്ടുണ്ട്. 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് അവിടുത്തെ സാഹചര്യം അറിയില്ല. പക്ഷെ 4 പേർക്ക് കിടക്കാം എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബെഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 70 മുതൽ 90 സെന്റിമീറ്റർ വീതി വരും. അതിന് ഒരാൾക്ക് നടക്കാനായിട്ട് അതിന് അപ്പുറം 2 സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിലെങ്കിലും, ഒരു സിംഗിൾ ബെഡ് ആകുമ്പോൾ ഒരു സൈഡിൽ നടന്നാൽ മതി, ഒരു 60 സെന്റിമീറ്റർ വീതി വരും. 2 ബെഡിന്റെ ഇടയിൽ ഒരു 1.5 മുതൽ 1.80, ഒരു 4 അടി മുതൽ 6 അടി വീതി ഗ്യാപ്പ് കൊടുക്കാം. ഇത്രയെങ്കിലും നമ്മൾ മിനിമം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരൊറ്റ ചോദ്യത്തിൽ എൻ്റെ അടുത്ത് ഈ സാധനത്തിന് ഒരു മറുപടി പറയാൻ പറഞ്ഞാൽ ഞാൻ പെട്ടുപോയേ ഉള്ളൂ. അപ്പൊ ഞാനും ഇതിൽ പണിയെടുക്കണം, ഞാനും ഇതിനെപ്പറ്റി ചിന്തിക്കണം. 4 ബെഡ് ഇടുമ്പോൾ ഓരോരുത്തരുടെ പ്രൈവസി എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ എൻ്റെ ഡിസൈൻ ഡിസിഷനാണ്. അപ്പൊ ആവശ്യം അനുസരിച്ചിട്ട് എത്ര സൈസിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. 2 പേർക്ക് ബങ്ക് ബെഡ് ഇടാം, അല്ലെങ്കിൽ അടുത്തടുത്ത് ബെഡ് ഇടാം, അവർ ഷെയർ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു അണ്ടർസായിട്ട് അത് ചെയ്തു വരുമ്പോൾ ഓരോ ലേഔട്ടുകൾ നമ്മൾ വരച്ചു നോക്കി ഓരോരുത്തർക്ക് ഒരു ജനൽ കിട്ടണോ, ഒരു പുറത്തേക്ക് ഒരു വ്യൂ കിട്ടണോ, അവർക്കൊരു സ്റ്റഡി ടേബിൾ വേണോ, ഇങ്ങനെ പല പല ആവശ്യങ്ങളാണല്ലോ. അപ്പൊ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ എൻ്റെ അടുത്ത് ഉത്തരമില്ല. നേരെ മറിച്ച് അതൊരു ഡിസൈൻ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ആലോചിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സൊല്യൂഷനിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സർ. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, റിനോവേഷൻ വർക്ക് ചെയ്യുമ്പോൾ വാർക്ക ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് പ്രശ്നങ്ങൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ബാക്കിയുള്ള വാർക്കയിലൊക്കെ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അതുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, നമുക്കത് ഇതെല്ലാം വർക്ക്മാൻഷിപ്പിന്റെ കാര്യങ്ങളാണ്. അതായത് ഒരു വാർപ്പിനെ നമുക്കൊരു എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വാർപ്പിനെ നമ്മൾ പൊളിച്ച് ബാക്കി അതിന് മേലേക്ക് ചെയ്യുമ്പോൾ ആ ജോയിന്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതനുസരിച്ചിട്ടാണ് അതിന്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ അറിയാത്തവർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഒരുപാട് നല്ല പ്രോഡക്ട്സും നല്ല മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ ഒരുപാട് കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, പണ്ടത്തെ പോലെയല്ല, ഇഷ്ടം പോലെ കൺസ്ട്രക്ഷൻ കെമിക്കൽസ് ഉണ്ട്. നമുക്ക് ഈ സ്ട്രക്ചറൽ അഡിഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ലാബുകൾ കൂട്ടി വരുന്ന സ്ഥലത്ത് ലീക്കേജ് ഒഴിവാക്കാനുള്ള ഇഷ്ടം പോലെ നേരത്തെ ഞാൻ കാണിച്ച പോലുള്ള മെറ്റീരിയൽസും അതിൽ കൂടുതലും കെമിക്കൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഫിൽത്തി പോലുള്ള വലിയ വലിയ കമ്പനികളുടെ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള റെനോവേഷനും അഡീഷനും ഒക്കെ നമുക്ക് പോസിബിൾ ആണ്, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ സൈറ്റിന്റെ സ്പെസിഫിക് കണ്ടീഷൻ അനുസരിച്ചിട്ട് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ സ്ട്രക്ചറൽ ഇഷ്യൂ നമ്മൾ പ്രോപ്പറായിട്ട് സ്ലാബ് കട്ട് ചെയ്യുന്ന മെഷീൻ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ വൈബ്രേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തുള്ള സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് ഒബ്വിയസ്ലി അത് ആ വീടിന്റെ ഓവറോൾ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഓവറോൾ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും അതിന്റെ ഏജും ബാക്കിയുള്ള സ്ട്രക്ചറൽ മെമ്പേഴ്സിന്റെ അതിന്റെ പെർഫോമൻസ് അനുസരിച്ച് തന്നെ എന്തായാലും സൈറ്റ് ടു സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് അത് മാറും. പക്ഷെ ഇൻ ജനറൽ ഒരു ടിപ്പിക്കൽ സാധനത്തിൽ നമുക്ക് ഒരു സ്ലാബിൽ കട്ട് ഇടണോ അല്ലെങ്കിൽ സ്ലാബ് പൊളിക്കണോ ഇതൊക്കെ ചെയ്യുന്നതിൽ വേറെ പ്രശ്നങ്ങളില്ല, പ്രൊവൈഡഡ് യു ഹാവ് ഒരു നല്ല വർക്ക്മാൻഷിപ്പ്, നല്ല കോൺട്രാക്ടർ, നല്ല അതിനെ ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾ ഉപദേശിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം. ഓക്കെ സർ. അടുത്ത ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് യു ഫോർ എ സിസ്റ്റമിക് planning and design itself with minute detailing. I have seen very less firms doing this way. Definitely making the houses in this way will be value for money എന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ജിപ്സം വീടിനകത്ത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വീടിന് അകത്ത് ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിനകത്ത് റിയാക്ഷൻ അല്ല, ഇതിനകത്ത് വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് VOC എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റുകളിലും എല്ലാത്തിലും അതുണ്ട്.
VOC ഇല്ലാത്ത പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഗ്രീൻ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഈ ജിപ്സം എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഈ പറയുന്ന ചെറിയ ചെറിയ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അസുഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഏത് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കും, സിമെന്റ് ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാത്തിനും ഈ പറയുന്ന ഒരു വോളട്ടൈൽ കോമ്പണന്റിന്റെ പോർഷൻ. പെയിന്റുകൾക്കാണ് ഇത് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന ജിപ്സത്തിലും പ്ലാസ്റ്ററിലൊന്നും ഇത് കാര്യമായിട്ടുണ്ടാവില്ല. ജിപ്സം ഉപയോഗിക്കുന്നതിൽ ഇങ്ങനെ ഒരു ഹെൽത്ത് പ്രശ്നമുള്ളതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ ആരും പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഞാനിത് വായിച്ചറിഞ്ഞോ ഇല്ല. പക്ഷേ ഈ വോളട്ടൈൽ കോമ്പണന്റ് എന്ന് പറയുന്നതാണ് ഇൻഡോർ എയർ ക്വാളിറ്റിയിലെ നമ്മളെ ബാധിക്കുന്ന കാര്യം. ആ വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏഷ്യൻ പെയിന്റ് ആയാലും ജോട്ടൺ ആയാലും ഏതൊരു കമ്പനിയുടെ പെയിന്റ് എടുത്താലും ഡ്യൂലെക്സിലായാലും മിക്കവാറും പെയിന്റിലൊക്കെ ഇതുണ്ട്. അപ്പൊ ഇത് കുറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പറ്റിയാൽ സസ്റ്റൈനബിൾ ആയിരിക്കും കൂടുതൽ. അതനുസരിച്ച് വിലയുള്ള പ്രോഡക്ട്സും ആയിരിക്കാം. വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഗ്രീൻ റേറ്റിംഗ് ഒക്കെ വരുമ്പോൾ അതിനുള്ള പ്രീമിയം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ നോർമൽ കേസിൽ ഇതൊന്നും അങ്ങനെ ഒരു ഹെൽത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ജിപ്സത്തിന് അങ്ങനെ ഒരു പ്രത്യേക പ്രശ്നമുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ആരെങ്കിലും അത് കൊണ്ടുവരുവാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിഷേധിക്കാനും പറ്റില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ആരും ഉന്നയിച്ചതായിട്ട് എനിക്കറിയില്ല. ഓക്കെ സർ. അടുത്തത് വുഡ് റൂഫിംഗ് ആണോ ജിപ്സം ആണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആനയും ആടും കമ്പയർ ചെയ്യണ പോലെയാണത്. ജിപ്സം എന്ന് പറയുന്ന സാധനത്ത് നമുക്ക് റൂഫിംഗ് ചെയ്യാൻ, സീലിംഗ് ആണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റൂഫായിരിക്കാൻ സാധ്യതയില്ല. സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ജിപ്സം എന്ന് പറയുന്നത് നമുക്കൊരു 70 രൂപ മുതൽ 100 രൂപയ്ക്കുള്ളിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് ജിപ്സത്തിന്റെ. വേറെ വുഡ് എന്ന് പറയുന്നത് ഹാർഡ് വുഡ് റൂഫിംഗ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ യുവർ തടി ഇപ്പോൾ തേക്കിന്റെ തടിയാണ് എടുക്കുന്നത്, ക്യൂബിക്കിന് ഒരു 6000 റുപ്യ കൊടുക്കണം. അപ്പോൾ തടി റൂഫ് എന്തുകൊണ്ടും നല്ലതാണ്, ഡ്യൂറബിൾ ആണ്. ജിപ്സം പോലെയല്ല. ജിപ്സത്തിൽ മോയ്സ്ചറിന്റെ പ്രശ്നം വരും. ജിപ്സം സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ജിപ്സത്തിന് കുറവാണ്. അപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ജിപ്സം പതുക്കെ തൂങ്ങി തുടങ്ങും. ജിപ്സത്തിൽ ക്രാക്കുകൾ വരും, ജോയിന്റിൽ ജിപ്സത്തിലെ പെയിന്റ് ഇളകി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒരു കടകളിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ. പഴയ കടകളിൽ ജിപ്സം തൂങ്ങിക്കിടക്കുന്ന കാണാം, ഫിക്സേഴ്സ് തൂങ്ങിക്കിടക്കുന്ന കാണാം. പക്ഷെ തടിയുടെ സീലിംഗ് ആണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എങ്കിൽ കൂടെയും വളരെ സാധ്യത കുറവാണ്. അപ്പൊ അത് ആ കോസ്റ്റിന്റെ വ്യത്യാസമാണ്. ജിപ്സം കഴിഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് ബോർഡിൽ നിങ്ങൾക്ക് ചെയ്യാം, സിമെന്റ് ബോർഡുകളിലോ ഷെറാ ബോർഡുകളിലോ നിങ്ങൾക്ക് സീലിംഗ് ചെയ്യാം. ഇതെല്ലാം കോസ്റ്റ് ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ നല്ല പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ആ ക്വാളിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ജിപ്സം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, നല്ല ഫിനിഷ് ചെയ്തിരുന്ന ഒരു മെറ്റീരിയലാണ്. അത് മോശമാണെന്നല്ല, ആ ബഡ്ജറ്റിൽ അത് ഏറ്റവും നല്ല മെറ്റീരിയലാണ്, നല്ല ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഫിനിഷ് ചെയ്തെടുക്കാം. പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പോൾ, അത് വുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വുഡിൻ്റെതായിട്ടുള്ള കുറെ മെച്ചങ്ങളുണ്ട്, ജിപ്സത്തിൻ്റെതായ കുറച്ച് മെച്ചങ്ങളുണ്ട്. ഓക്കെ സർ. അടുത്ത് ഫ്ലോർ പ്ലാൻ തൊട്ട് 3D എലവേഷൻ ഇൻക്ലൂഡിംഗ് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ലൈറ്റിംഗ്, ഫർണിച്ചർ, ലേഔട്ട് എക്സെട്ര വരെ ചെയ്യുന്നത് എങ്ങനെയാണ് ചാർജ് വരുന്നത്? നമ്മൾ ചാർജ് ചെയ്യുന്നത് നമ്മളുടെ ഡെലിവറബിൾസും സ്കോപ്പ് ഓഫ് വർക്കും വെച്ചിട്ടാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും എന്ന് പറയുമ്പോഴും നമുക്ക് ഒരു ക്ലയന്റിന്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടായിരിക്കും നമ്മൾ യൂഷ്വലി നമ്മുടെ കോട്ട് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നമ്മൾ കുറെ ഫാക്ടർ ഉണ്ട്. നമ്മുടെ സൈറ്റ് എവിടെയാണ്, സൈറ്റിന്റെ ലൊക്കേഷൻ, സൈറ്റ് വിസിറ്റ് എത്ര എണ്ണം വേണം, നമ്മുടെ ഇൻവോൾവ്മെന്റ് ഏത് സ്റ്റേജ് വരയ്ക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ സൂപ്പർവിഷൻ, പ്രോജക്ട് മാനേജ്മെന്റ്, ഇങ്ങനെ പല പല കാര്യങ്ങളും ഇതിനകത്തേക്ക് വരും. അതുപോലെ അതിനകത്ത് ഡിസൈൻ ചേഞ്ചസ് എത്രത്തോളം വരും. നമ്മൾ അഗ്രി ചെയ്യുന്ന ഒരു ചേഞ്ച് ഉണ്ടാവും, അതിൽ കൂടുതൽ ചേഞ്ചസ് വരുമ്പോൾ അത് അഡീഷണൽ കോസ്റ്റിലേക്ക് പോകും. ഇതെല്ലാം നമ്മൾക്ക് പ്രോജക്ട് സ്പെസിഫിക് ആയിട്ടും നമ്മൾക്ക് എത്ര മാൻ അവേഴ്സ് നമ്മൾ ഇതിനെ പുറത്ത് സ്പെൻഡ് ചെയ്യണമെന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ പെർട്ടിക്കുലർ ഇൻ പോയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി സംസാരിക്കാനേ പറ്റുള്ളൂ. ഇൻ ദ സെൻസ് നമുക്ക് പ്രോജക്റ്റ് അറിഞ്ഞാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ നമ്മളെ ഇൻവോൾവ്മെന്റും നമ്മൾ എത്രത്തോളം വാല്യൂ ആ ഡിസൈന് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ആക്ച്വലി കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ ജനറൽ തിങ്. നമുക്ക് ചിലപ്പോൾ കോസ്റ്റ് കുറഞ്ഞ് ചെയ്യുന്നത് നമ്മുടെ ഇൻവോൾവ്മെന്റ് അതിൽ മിനിമൈസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഓഫീസും ഓഫീസിന്റെ റണ്ണിങ്ങും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എക്സ്പെൻസസും കൂടെ കണക്കാക്കിയിട്ടായിരിക്കും നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജനറലി ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പെർസെൻറ്റേജിലായിരിക്കും. അത് ഒബ്വിയസ്ലി പ്രോജക്റ്റും സ്കോപ്പും അനുസരിച്ചിട്ട് അത് മാറും.
Okay, sir. அடுத்த question. Many civil engineers seems to do designing. Could you compare an architect and civil engineer doing the designing process and the cons? ഓക്കെ, ഈ ആർക്കിടെക്ട് എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഡിസൈൻ ചെയ്യുന്നത്. നമ്മളും സിവിൽ എഞ്ചിനീയേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. വി ഹാവ് ആർ കൺസൾട്ടൻസ്. നമ്മളെ ബിൽഡിംഗ് സ്ട്രക്ചറലി വർക്ക് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പെർട്ടീസ് ഉണ്ട്. സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരാൾ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് മോശമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിച്ചുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സെക്ടർ ആണല്ലോ ഇത്. അപ്പൊ ആ ക്രിയേറ്റിവിറ്റി ഇന്നേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രാക്ടീസിലൂടെ ഒരു ആർക്കിടെക്റ്റിനെയോ അതിൽ നന്നായിട്ടോ അല്ലെങ്കിൽ ജനറലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റിനേക്കാൾ നല്ലോണം ഡിസൈൻ ചെയ്യാവുന്ന സിവിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഈവൻ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ ഉണ്ടായേക്കാം. അപ്പോൾ പക്ഷെ ടിപ്പിക്കലി നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും എങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഡിസൈൻ ചെയ്യുന്നതിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം കോൺട്രാക്ടേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിവിൽ എഞ്ചിനീയേഴ്സോ ഡിപ്ലോമ ഉള്ള ആൾക്കാരോ അങ്ങനെ പലരുമാണ് ഇത് ചെയ്യുന്നത്. ഇവർക്ക് ഇതിൽ കഴിവുള്ളവരും ഉണ്ടാവും, കഴിവില്ലാത്തവരും ഉണ്ടാവും. പക്ഷെ എങ്കിൽ കൂടെയും എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കാണുന്ന ഇതിൽ ഒരു ബഹുഭൂരിപക്ഷത്തിനും ആ ഒരു ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെ പറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം ഒരു ബഹുഭൂരിപക്ഷം വീടുകളും ഫങ്ഷണലി ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജീവിക്കാൻ സുഖമുള്ള സ്ഥലങ്ങളായേനെ. പക്ഷെ എനിക്ക് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്ലി അതല്ല ഇവിടുത്തെ സിനാരിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വളരെ അൺപ്ലാൻഡ് ആയിട്ടും വളരെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ അവിടെ കാണും. പിന്നെ ആർക്കിടെക്ചർ കോഴ്സ് നമ്മൾ ഒരുപാട് ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചറൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതിന്റെ ക്രിയേറ്റീവ് സൈഡാണ്. നമ്മൾ 5 വർഷം ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ആർക്കിടെക്ചറിലെ ഓരോ സെമിസ്റ്ററിൽ നമ്മൾ ഡിസൈൻ പ്രോജക്റ്റുകൾ ചെയ്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാനും ഒരു കോളേജിൽ പഠിപ്പിക്കുന്നതാണ് ഇവിടെ. ലാസ്റ്റ് 10 years ആയിട്ട് നമ്മൾ രണ്ടുപേരും, ഞാൻ എൻ്റെ പാർട്ട്ണറും ഞാനും ഇവിടെ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡെവലപ്മെന്റ് കാണുന്നത്, നമ്മൾ ഈ ഡെവലപ്മെന്റ് കുട്ടികളിൽ എത്തിക്കുന്നതുമാണ്. അപ്പോൾ അവിടെ ഓരോ സബ്ജക്റ്റുകളും ക്രിയേറ്റിവിറ്റി കൂട്ടാനും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ മുതൽ സ്ട്രക്ചറും സർവീസസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആർക്കിടെക്ചർ കോഴ്സിന്റെ ഭാഗമാണ്. അതിന്റെ കൂടെ ഓരോ സെമിസ്റ്ററിലും അവർ 1, 2, 3 പ്രോജക്റ്റുകൾ ചെയ്ത് ശീലിച്ച് ഒരു ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്തിട്ടുമാണ് വരുന്നത്. അപ്പൊ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം ഇന്നേറ്റ് ആയിട്ട് ആ ടാലന്റ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിന് ആ ഒരു ട്രെയിനിങ് കിട്ടാത്തിടത്തോളം കാലം അത് ഇച്ചിരി വിഷമമായിരിക്കും അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ. ഒബ്വിയസ്ലി കഴിവുള്ള ആൾക്കാരുണ്ടാവും, അവരാരെയും ഞാൻ മോശക്കാരാക്കി കാണുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ആർക്കിടെക്റ്റിന് ഒരു വ്യക്തമായിട്ടുള്ള ഡിസൈനിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു, ആർക്കിടെക്ട് മാത്രമല്ല നമ്മളും സിവിൽ എഞ്ചിനീയേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഡിസൈൻസിനെ സ്ട്രക്ചറലി സ്ട്രോങ് ആക്കാനും സ്ട്രക്ചറലി എനേബിൾ ചെയ്യുന്നത് പലപ്പോഴും സിവിൽ കൺസൾട്ടൻസ് ആണ്. ഓക്കെ സർ. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ഡോർ പാഷ്യോ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ? പ്രോസ് ആൻഡ് കോൺസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ പാഷ്യോ നമുക്ക് ഉപയോഗിക്കാം. കേരളത്തിൽ നമ്മളാണെങ്കിൽ ഇഷ്ടം പോലെ പാഷ്യോസ് ചെയ്യാറുണ്ട്, പാറ്റിയോസ് ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് മഴ നനയാതിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ പറ്റില്ലായിരിക്കും. ഇത് എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും പാറ്റിയോ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ആലപ്പുഴയിൽ തന്നെ വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്ക് പാറ്റിയോസും കോർട്ട്യാർഡ്സും മാത്രമേ ഉള്ളൂ, ഇഷ്ടം പോലെ ഉണ്ട്. സോ if you position it rightly, if you give the importance that it needs, അത് ഏത് ഫംഗ്ഷൻ ആണ് അത് ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് അതിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പാറ്റിയോസ് വിൽ വർക്ക്. പാറ്റിയോ മോശമാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പാറ്റിയോസ് എ നൈസ് സ്പേസ്. നമുക്ക് എപ്പോഴും പുറത്തെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പാറ്റിയോസ്. അപ്പൊ പാറ്റിയോസ് ഇല്ലാതെ അകത്തിരിക്കുന്ന ഒരു വീട് എന്നതിനേക്കാൾ ഉപരി നല്ല പാറ്റിയോസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അതിന് നമ്മളെ യൂസ് അനുസരിച്ചിട്ട് അതിന് നല്ല ഓവർ ഹാങ്സ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അതിന്റെ ഓറിയന്റേഷൻ കറക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ നല്ല വെജിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് നമ്മൾ പുറത്തുള്ള ഹാർഷ് ആയിട്ടുള്ള സൺലൈറ്റ് ആയിക്കോട്ടെ മഴ ആയിക്കോട്ടെ ഇതിനൊക്കെ കട്ട് ചെയ്ത് നമുക്ക് സേഫ് ആയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും. അപ്പൊ അത് കേസ് ടു കേസ് ഡിഫറെന്റ് ആണ്. ഓരോ കേസിന്റെയും പാറ്റിയോന്റെ ക്യാരക്ടറും അതിന്റെ ഡിസൈൻ രീതികളും മാറുമായിരിക്കും. ഓക്കെ സർ. ഓക്കെ,
അടുത്ത ഒരു ക്വസ്റ്റ്യൻ, കിണറിനോട് അപ്രോക്സിമേറ്റ് 1 മീറ്റർ ചേർന്ന് ഫൗണ്ടേഷൻ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വീട് കിണറിന്റെ മേളിൽ കൂടെ വരെ പണിയാറുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മിക്കവാറും അതിനകത്തേക്ക് ആയിരിക്കത്തില്ല ഒബ്വിയസ്ലി, പക്ഷെ ചിലപ്പോൾ കോളം ബീം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കിണറിന്റെ തൊട്ടടുത്ത് ഫൗണ്ടേഷൻ, ലോഡ് ബെയറിംഗ് ഫൗണ്ടേഷൻ വരുന്നത് റിസ്ക് ആണ്. എല്ലാ കാലത്തും അത് റിസ്ക് ആണ്. കാര്യം കിണറിന്റെ സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഈ കാലത്ത് നമ്മുടെ കിണറുകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഒരിക്കലും കിണറിനോട് ചേർത്ത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവിടുത്തെ സോയിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണം. സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു എഞ്ചിനീയറെ കാണിക്കുവാണെങ്കിൽ ആ സോയിലിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് ഫൗണ്ടേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി മുന്നോട്ട് പോവാം. ആ സ്റ്റെബിലിറ്റിക്ക് ഉത്തരം പറയാൻ ഞാൻ ആളല്ല, എൻ്റെ എക്സ്പെർട്ടീസ് അല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സോയിലിൽ നല്ലൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ട് കാണിക്കുകയും അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു സോയിൽ ടെസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഓക്കെ സർ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ, മഡ് ബ്രിക്ക് ആണോ സിമെന്റ് ബ്രിക്ക് ആണോ നല്ലത്, ഇതിൽ ഏതാണ് കോസ്റ്റ് എഫക്റ്റീവും എന്ന് ചോദിച്ചിട്ടുണ്ട്. സിമെന്റ് ബ്രിക്സ് ആയിരിക്കും കോസ്റ്റ് എഫക്റ്റീവ്. ബിക്കോസ് മഡ് ബ്രിക്സ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിലവുണ്ട്. എനിക്ക് തോന്നുന്നില്ല, മേ ബി കമ്പയറബിൾ ആയിരിക്കാം, പക്ഷെ എങ്കിൽ കൂടെയും എനിക്ക് തോന്നുന്നു ഇൻ ജനറൽ സിമെന്റ് ബ്ലോക്സ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ല, വർക്ക്മാൻഷിപ്പും നമുക്ക് സൈറ്റിലേക്ക് എത്തിക്കാനുള്ള ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ സിമെന്റ് ബ്ലോക്ക് ആയിരിക്കും ചീപ്പർ. പക്ഷെ മഡ് ബ്ലോക്കിന്റെ ഗുണം ഒരിക്കലും സിമെന്റ് ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഡ് ബ്ലോക്ക് വളരെ നല്ല ഒരു ഹീറ്റ് റെസിസ്റ്റൻസ് സാധനമാണ്. മഡ് ബ്ലോക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വീടുകളിൽ നമുക്ക് പ്രോജക്ട്സ് ഉണ്ട്. തൃശ്ശൂരൊക്കെ നമ്മൾ മഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പഴയ രീതിയിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു കാലത്തും എനിക്ക് തോന്നുന്നില്ല സിമെന്റ് ബ്ലോക്കിന് കിട്ടുമെന്നുള്ള. സിമെന്റ് ബ്ലോക്കിൽ ഹോളോ ബ്ലോക്സ് വെച്ചാലും പക്ഷെ കാര്യമില്ല, എനിക്ക് ഒരു രീതിയിലും തോന്നുന്നില്ല അത് കിട്ടുമെന്ന്. മഡ് ബ്ലോക്കിന്റെ ഉള്ള മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ചൂട് അകത്തേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ രാത്രിയിൽ അതിനകത്ത് ഒരുപാട് തണുപ്പില്ലാതെയും പകല് ഒരുപാട് ചൂടില്ലാതെയും നമുക്ക് അതിന് നമ്മൾ ടൈം ലാഗ് എന്നാണ് പറയുക, ഈ ടെമ്പറേച്ചർ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ അത് മഡ് ബ്ലോക്കിന് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും മഡ് ബ്ലോക്കിന് അത് നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ മഡ് ബ്ലോക്ക് ഒരു ബ്രീതബിൾ മെറ്റീരിയൽ ആണ്. അതിന്റെ കുറെ മെച്ചങ്ങളും അതിനകത്തുണ്ടാവും. ഈ മഡ് ബ്ലോക്ക് വെച്ച് പണിയുക എന്ന് പറയുന്നതിൽ മഡ് ബ്ലോക്ക് ഇപ്പൊ കംപ്രസ്ഡ് എർത്ത് ബ്ലോക്ക് ഒക്കെ, സ്റ്റെബിലൈസ്ഡ് എർത്ത് ബ്ലോക്ക് 5% സിമെന്റ് ഉള്ള സ്റ്റെബിലൈസ്ഡ് എർത്ത് ബ്ലോക്ക് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇന്റർലോക്ക് ചെയ്യാവുന്ന അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മഡ് ബ്ലോക്ക് ഒരു പരിധി വരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുമുണ്ട്. മുൻപെല്ലാം നമുക്ക് മഡ് ബ്ലോക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വർക്ക്മാൻഷിപ്പ് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പറഞ്ഞ ചെറിയൊരു പ്രോജക്റ്റ് ആണത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ മണ്ണെടുത്തിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അന്നേരം മെറ്റീരിയൽ കോസ്റ്റ് 0 ആണെങ്കിൽ കൂടെയും അതിന്റെ വർക്ക്മാൻഷിപ്പ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ അടുത്ത പ്രശ്നം, മഡ് ബ്ലോക്ക് ഈ സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്കുകൾ ഈ ഇടയായിട്ട് ഇറങ്ങുന്നതെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല. പ്ലാസ്റ്റർ ചെയ്യാതെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നേച്ചർ ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ അപ്പോഴും നമുക്ക് മെയിൻ്റനൻസിന്റെ പ്രശ്നങ്ങൾ, നല്ല മണ്ണല്ല എന്നുണ്ടെങ്കിൽ ചെതിൽ വരാനുള്ള സാഹചര്യം, ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷൻ മാക്സിമം കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഓക്കെ സർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, തോട്ട്സ് ഓൺ യൂസിങ് EPS പാനൽസ് ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ ഫോർ വാൾസ് ആൻഡ് സീലിംഗ്സ് വിത്ത് RCC ഫോർ ബാലൻസിംഗ് ലോഡ്. EPS പാനൽസ് അല്ലെങ്കിൽ എക്സ്പാൻഡഡ് പോളിസ്റ്റൈറീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഈ ഇടയായിട്ട്. അതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ ഒന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. അതിന്റെ കനം വളരെ കുറവാണ്. 10 സെന്റിമീറ്ററിലൊക്കെ നമുക്ക് വാൾസ് ചെയ്യാം. അത് അത്യാവശ്യം ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. പുറത്തുനിന്നുള്ള ടെമ്പറേച്ചർ ഒരു പരിധി വരെ അതിനകത്ത് ഈ നമ്മുടെ തെർമോക്കോൾ ആയതുകൊണ്ട് ഹീറ്റ് തീരെയും കണ്ടക്ട് ചെയ്യത്തില്ല അകത്തേക്ക്. അപ്പൊ അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുള്ള സ്പേസ് സേവിംഗ് കൂടെയാണ്. നമുക്ക് 10 സെന്റിമീറ്ററിന്റെ വാൾ വരുമ്പോൾ ഒരു വീട് പണിയാൻ നേരത്ത് ഏകദേശം 10-20% വരെ വാളിന്റെ ഏരിയ പോകും. അപ്പോൾ അതിനെ നമുക്ക് ഏകദേശം നേർപകുതിയാക്കാൻ ഈ EPS പാനൽ കൊണ്ട് പറ്റും. ഈ EPS പാനലുകൾ ലോഡ് ബെയറിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോളം ഫ്രെയിം സ്ട്രക്ചറിനകത്ത് പാർട്ടീഷനായിട്ട് മാത്രമേ ഇപ്പോൾ ആസ് ഓഫ് നൗ EPS പാനൽസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ EPS പാനൽ കോൺക്രീറ്റിന്റെ ഒരു സ്ട്രക്ചറിനകത്ത് EPS പാനൽ ഉപയോഗിക്കാവുന്നത് നല്ലൊരു സൊല്യൂഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ഓക്കെ സർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡു PMCs ചാർജ്? Is it necessary to engage them if an architecture
architectural firm is engaged in design and support until completion? In any case, who ensures quality of work if a contractor is engaged for construction? റൈറ്റ്. ഇതിൽ ഈ റോൾസ് PMC അല്ലെങ്കിൽ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് ഐഡിയലി. പക്ഷെ അതൊരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റിലാണ് യൂഷ്വലി നമ്മൾ അത് ചെയ്യുള്ളൂ. വീട് പോലെയുള്ള ചെറിയ പ്രോജക്റ്റുകൾ PMCയുടെ റോൾ വളരെ മിനിമലാണ്. ആർക്കിടെക്ട് തന്നെ PMC ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് ആർക്കിടെക്ട് ആണ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ക്വാളിറ്റി എത്രത്തോളം വേണമെന്നുള്ളതിന്റെ ധാരണ ആർക്കിടെക്ട്സിനാണ് ഉണ്ടാവുക. അപ്പോൾ ആർക്കിടെക്ട്സ് PMC ആയിട്ട് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് സൈറ്റിന് സൂപ്പർവിഷൻ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ യൂഷ്വലി ക്രിട്ടിക്കൽ സ്റ്റേജസിലായിരിക്കും സൈറ്റിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു ക്ലയന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ക്ലയന്റിന് അതിനുള്ള എക്സ്പെർട്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ he or she should have somebody who's in charge. You cannot completely trust anyone like architect even or a contractor. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാൾ സൈറ്റിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് ചിലപ്പോൾ ഒരു മേ ബി അറിയാവുന്ന ഒരു ഡിപ്ലോമ ഹോൾഡർ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് വെച്ചാൽ പോലും പ്രശ്നമില്ല. പക്ഷെ യൂഷ്വൽ കേസിൽ അത് ആ ഒരു ഭാഗം അല്ലെങ്കിൽ കോൺട്രാക്ടറിന്റെ ക്വാളിറ്റി ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ആർക്കിടെക്ട്സ് തന്നെയാണ്. നമ്മൾ തന്നെയാണ് അതിൽ നമ്മൾ ഇപ്പോൾ കോൺക്രീറ്റിംഗ് പോകുന്ന സമയത്തൊക്കെ നമ്മൾ പോയി ചെക്ക് ചെയ്യും. നമ്മുടെ സിവിൽ കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ അവരും സിവിൽ കൺസൾട്ടന്റിനെ വെക്കുന്നുണ്ടെങ്കിൽ അവരും അത് വന്ന് ചെക്ക് ചെയ്യും. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ സിവിൽ എഞ്ചിനീയേഴ്സിനും സ്പേസ് ക്വാളിറ്റി ഡിസൈൻ ക്വാളിറ്റിയും ചെക്ക് ചെയ്യാൻ ആർക്കിടെക്ട്സിനും പറ്റേണ്ടതാണ്. അപ്പോൾ ആ റോള് യൂഷ്വലി നമ്മൾ എടുക്കും ഡിപ്പെൻഡിങ് ഓൺ ദ കോൺട്രാക്ട് ദാറ്റ് വി ഹാവ് ബിറ്റ്വീൻ ദ ക്ലയന്റ്. ഓക്കെ സർ, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇമോഷണലി ഹീലിംഗ് സ്പേസസിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാമോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ല എന്താ പറഞ്ഞത്? ഇമോഷണലി ഹേർഡ് സംതിങ് അബൌട്ട് ഇമോഷണലി ഹീലിംഗ് സ്പേസസ്. ശ്രീലക്ഷ്മി മാം ആണ് ചോദിച്ചത്, എന്താണ് ചോദിച്ചതെന്ന്. ഓക്കെ, ഹീലിംഗ് സ്പേസസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊരു കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഹീലിംഗ് സ്പേസസ് എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ ഒരു ഫ്രട്ടേണിറ്റിക്കകത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് നമ്മുടെ ഇമോഷനെ ഏതെങ്കിലും രീതിയിൽ ആർക്കിടെക്ചർ ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ സ്പേസ് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വായിച്ചിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചറിലാണെങ്കിലും കണ്ടിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോജക്ട്സിലും നമ്മളത് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് ആക്ച്വലി നമ്മളും ചെയ്തിട്ടില്ല തോന്നുന്നു. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള ചില വർക്കുകളിൽ അത് അങ്ങനെ ആൾക്കാർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് സക്സസ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കിടെക്ചറും സ്പേസും ഒരുപാട് നമ്മളെ മാനസികമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് സത്യമാണ്. അവിടുത്തെ ലൈറ്റിംഗ് ആണെങ്കിലും അവിടുത്തെ കളർ ആണെങ്കിലും അവിടെ നിൽക്കുന്ന വെജിറ്റേഷൻ, നമ്മുടെ വ്യൂ, അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാറ്റും വെളിച്ചവും എല്ലാം നമ്മുടെ മാനസികാവസ്ഥയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്. അങ്ങനെ ഒരു ഡിസൈൻ ചാലഞ്ച് വരുമ്പോൾ നമ്മൾ യൂഷ്വലി അങ്ങനത്തെ നല്ല നല്ല എസ്റ്റാബ്ലിഷ് പ്രോജക്ട്സുകൾ റെഫർ ചെയ്യുകയും അതിന് ഇൻസ്പിറേഷൻ എടുക്കുകയൊക്കെയാണ് ചെയ്യുക. ആൻഡ് ദാറ്റ് യൂഷ്വലി വർക്ക്സ് ബിക്കോസ് ഒരാളുടെ മെന്റൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അയാൾ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് മാറും. അപ്പോൾ ഹീലിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ ആർക്കിടെക്ചറിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആർക്കിടെക്ചർ മാത്രമല്ല, ആർക്കിടെക്ചറും ലാൻഡ്സ്കേപ്പും ആ എൻവയോൺമെന്റും എല്ലാം അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ സർ, ഓക്കെ. നമുക്കിത് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ബേസ്മെന്റും തറയും കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതാണോ പാറ അടുക്കി പില്ലർ ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. Again depends on the site because നമുക്ക് എല്ലാ സ്ഥലത്തും പില്ലർ അടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വീടാണ് ചെയ്യുന്നതെങ്കിൽ 2 നില 3 നിലയൊക്കെ ആണെന്നുണ്ടെങ്കിലും പില്ലർ ഇല്ലാതെയും ചെയ്യാം. പലപ്പോഴും നമ്മൾ പില്ലറിലേക്ക് പോകും. ഈയിടെയായിട്ട് അതൊരു ട്രെൻഡാണ് പില്ലർ അടിച്ച് ചെയ്യുന്നത്. ചില സ്ഥലത്ത് ബേസ്മെന്റ് വരയ്ക്കും പില്ലർ ചെയ്തിട്ട് പിന്നെ മേലിട്ട് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഒന്ന് സോയിൽ കണ്ടീഷൻ, അവിടുത്തെ സ്ട്രക്ചറലി സോയിലിന്റെ സ്റ്റെബിലിറ്റി, ഇതനുസരിച്ചാണ് ഫൗണ്ടേഷൻ തീരുമാനിക്കുന്നത്. നോർമൽ RR മേസൺറി അല്ലെങ്കിൽ റബിൾ മേസൺറി വെച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ എല്ലാ സ്ഥലത്തും ഒരുപോലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. വേറെ പില്ലർ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ പോയിന്റിലേക്കായിരിക്കും ലോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ സോയിലിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇതെല്ലാം മാറും. ചില സ്ഥലത്ത് കൂടിയ ബിൽഡിങ്ങുകളും കുറഞ്ഞ സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറവാണ്, ഈവൻ പൈൽ ഫൗണ്ടേഷൻ വരെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിഷനാണ്. ആ സൈറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അപ്പൊ റാൻഡം റബിൾ മേസൺറി ആണ് ഇതുവരേക്കും നമുക്ക് ഒരു ചീപ്പർ ഓപ്ഷൻ. പക്ഷെ പീപ്പിൾ സംടൈം പ്രിഫർ ദ അതർ വൺ. ഇപ്പോൾ യൂഷ്വലി പില്ലർ അടിച്ച് ചെയ്യുന്നതാണ് പൊതുവെ ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സ്ട്രക്ചറലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്നത്.
പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. പല സൈറ്റുകളിലും അതിന്റെ ആവശ്യം വരാറില്ല. നല്ല സ്ട്രോങ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ അസ്ഥിവാരം കെട്ടി ഉണ്ടാക്കുന്നതിനായിരിക്കും ബെനിഫിഷ്യൽ. ഓക്കെ സർ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്, അത് നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യൻ ഇസ് പ്ലംബിങ്ങിനും ഇലക്ട്രിക്കൽ വർക്കുകളും കൂടുതൽ മോഡുലാർ ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? അതായത് നമ്മുടെ ഭിത്തികള് പൊട്ടിക്കാതെ അങ്ങനെ എന്തെങ്കിലും പുതിയ തരത്തിൽ ചെയ്യാൻ എന്തെങ്കിലും വേസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് കൺസ്ട്രക്ഷന്റെ സമയത്ത് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ആ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മോഡുലാർ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മോഡുലാർ പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയലി കൺസ്ട്രക്ഷന് മുൻപേ തന്നെയാണ്. ഏകദേശം ഒരു ഇന്റീരിയറും കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എവിടെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഭിത്തി കട്ട് ചെയ്യാതെ ചെയ്യുക എന്ന് പറയുന്നതിന് 2-3 ഓപ്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയാം. ഒന്ന്, ഈ പറയുന്ന പോറോത്തം ബ്രിക്സിൽ നമുക്ക് അകത്ത് കൂടെ ഇതിട്ട് ചെയ്യാൻ പറ്റും. കോൺഡുയിറ്റ് നേരത്തെ ലേ ചെയ്യാൻ പറ്റും. ബിക്കോസ് അകത്ത് ഹോളോ ആണ്. അപ്പോൾ ഹോളോ ഓപ്ഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് അകത്തുകൂടെ ചെയ്യാം, പ്രൊവൈഡഡ് വി ഹാവ് ദ ഡ്രോയിങ്സ് ഏർലിയർ പ്രയർ ടു കൺസ്ട്രക്ഷൻ. നമ്മൾ ഈ നേരത്തെ ഞാൻ കാണിച്ച വീട്ടിൽ അത് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റീൽ ബീംസും കോളംസും ഇടയിൽ വരുന്നത് കൊണ്ട് നമുക്കത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പോസ്റ്റ് ചെയ്യാൻ ക്ലയന്റ് വില്ലിംഗ് ആയിരുന്നു. എക്സ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഉറുമ്പ് വരുന്ന പ്രശ്നങ്ങളൊന്നും അതിനകത്ത് അധികം കാണില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെച്ചങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ എക്സ്പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല ഓപ്ഷനാണ്. അത് ഐസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷം കൺസീൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുത്തിപ്പൊട്ടിക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ചെയ്യണം. ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റാട്രാപ്പ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയുണ്ട്. നമ്മൾ പണ്ട് ഈ ലോറി മേക്കറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ്. നമ്മളിപ്പോൾ ഒരു ട്രിവാൻഡ്രത്തിൽ പ്രൊജക്റ്റിൽ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കോൺഡുയിറ്റിംഗ് നേരത്തെ ചെയ്തേക്കുവാണ്. അപ്പോൾ ആ കാര്യം നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടാണ് ബ്രിക്ക് ചെയ്യേണ്ടത്. എക്സ്പോസ് ബ്രിക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ കോൺഡുയിറ്റ് വയർ അകത്തൂടെ പോകണമെന്നുണ്ടെങ്കിൽ അത് വളരെ നേരത്തെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്വിച്ചിന്റെ പൊസിഷനും വയറിംഗ് ലേ ഔട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ സർ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട് സർ. അത് ആൻസർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് അതോടെ ഞാൻ റീഡ് ഔട്ട് ചെയ്യാം. വുഡ് യു ready-made staircases economical ആണോ than the concreted ones എന്ന് ചോദിച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീൽ സ്റ്റെയർ കേസ് ആയിരിക്കണം. അതല്ലാതെ റെഡിമെയ്ഡ് എനിക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. റെഡിമെയ്ഡ് അതും സ്റ്റീൽ സ്റ്റെയർ കേസ് എക്കണോമിക്കൽ ആയിരിക്കും. ബിക്കോസ് അത് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ. നമുക്കൊരു നോർമൽ സ്റ്റെയർ കേസ് ആണ് വേണ്ടതെങ്കിൽ സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് ലാഭകരമായിരിക്കും ഒബ്വിയസ്ലി. ഇതിൽ കോസ്റ്റിനേക്കാൾ ഉപരി അതിന്റെ ഫംഗ്ഷനും അതിന്റെ ആ സ്പേസിലേക്ക് അതിന്റെ സ്യൂട്ടബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഐഡിയലി നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യാൻ ഒരു സ്റ്റീലിലും സ്റ്റെയർ കേസ് വെച്ചതുകൊണ്ട് ഒരുപാട് കോസ്റ്റ് ഒന്നും മാറാൻ പോകുന്നില്ല നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്പേസിന് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് യൂഷ്വലി നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും കോൺക്രീറ്റ് സ്റ്റെയർ കേസ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ ഉപരി അപ്പൊ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വേണ്ടത്, എനിക്ക് അതിനൊരു വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതൊരു എസ്തെറ്റിക് എലമെന്റ് ആണ് എന്നുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്. അത് പലപ്പോഴും കോസ്റ്റ് ആയിരിക്കത്തില്ല അതിന്റെ ഒരു ഫാക്ടർ. ഒരു ഡിസൈനർ സ്റ്റെയർ കേസ് സ്റ്റീലിൽ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നോർമൽ ഒരു കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നതിനേക്കാളും ചിലവുണ്ടാവും. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ സെഷൻ എൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. 8:30 കഴിഞ്ഞു. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് such an amazing session. എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. സാറ് നമുക്ക് ഇത്രയും നേരം നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ വളരെ പേഷ്യൻ്റ് ആയിട്ട് ആൻസർ ചെയ്തു. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ സാറിന്റെ കോണ്ടാക്ട് ചോദിച്ച കുറച്ച് പേരുണ്ട്. സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോളോയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അതിന് നമ്മുടെ നമ്പർ ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ സെഷൻ. താങ്ക് യു സോ മച്ച് സർ.
പിന്നെ ഓൾസോ നമ്മുടെ താങ്ക് യു സോ വെരി മച്ച്. സെഷൻ ഇവിടെ നമുക്ക് കൊണ്ടുതന്ന നമ്മുടെ എന്റെ ടീമിനും ഞാൻ താങ്ക്സ് പറയുന്നു. സോ താങ്ക് യു വൺസ് അഗെയിൻ. ഗുഡ് നൈറ്റ് എവരിവൺ.